Thank Yes. Good morning. Thank you so much, everyone, for joining. നമ്മുടെ ഇന്നത്തെ Good morning. സെഷനിലേക്ക് യെസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ് നമ്മുടെ ഇന്നത്തെ ഡേയിലേക്ക് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ആളെക്കുറിച്ചും നിങ്ങൾക്കറിയാം. സോ ആർ യു എക്സൈറ്റഡ് ഇന്നത്തെ ഡേയിലേക്ക്? ഇഫ് യു ആർ റെഡി ആൻഡ് എക്സൈറ്റഡ്, ജസ്റ്റ് കമന്റ് ഡൗൺ RE എന്ന് കമന്റ് ഡൗൺ RE. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അതേപോലെ തന്നെ യൂട്യൂബറും ഒരുപാട് നല്ല രീതിയിലുള്ള വാല്യുബിൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോണ്ടന്റ് യൂട്യൂബിലൂടെ മില്യൺസ് ഓഫ് പീപ്പിൾസിലേക്ക് എത്തിച്ചിട്ടുള്ള ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബർ മിസ്റ്റർ അഫ്ലു ആണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത്. അഫ്ലു, ആർ യു ദേർ? Yes, am I audible? Yes, you are audible. Can you please be here in video? That we would love to see you. Yes. Hi, good morning. Good morning. Hi. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണെന്ന് വിചാരിക്കുന്നു. സുഖമായിരിക്കുന്നു, എല്ലാം അടിപൊളിയായിട്ട് പോകുന്നു. വിശേഷം വിശേഷങ്ങൾ സുഖമായിട്ട് പോകുന്നത് പോലെ തന്നെ എന്താ പറയുക, നല്ല രീതിയിലേക്ക് നല്ല നല്ല ഓരോരോ സ്റ്റെപ്സുകൾ എടുത്ത് മുന്നോട്ട് പോകുന്നു. സോ ഇന്നത്തെ സെഷൻ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇറ്റ്സ് മീ റിയൽ മീ എന്ന് പറയുന്ന സെഷനാണ്. അതായത് നമ്മുടെ ഹീലിംഗ് ജേർണിയിലൂടെ കടന്നു പോകുമ്പോൾ യഥാർത്ഥ നമ്മളിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാനും അതേപോലെ തന്നെ യഥാർത്ഥ നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആ ഷിഫ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് നമ്മളെ എലിവേറ്റ് ചെയ്യുന്ന പല പ്രോഗ്രാംസുകളും ചെയ്യുന്നത്. അപ്പം അഫ്ലു, നമ്മളുടെ ബേസിക് പ്രോഗ്രാം അല്ല നമ്മുടെ ചെയ്തത് അല്ലേ? നമ്മൾ നേരെ ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അഫ്ലു, ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് ആൻഡ് ടു ദ ഓഡിയൻസ്. എനിക്ക് അറിയാം, പലർക്കും അറിയാം, പക്ഷെ അറിയാത്ത അല്ലെങ്കിൽ അഫ്ലുവിനെ ഒന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഹു ആർ യു, വാട്ട് യു ഡു, എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ലൈഫ് വിശേഷങ്ങൾ പറഞ്ഞോളൂ. എവിടെയാ സ്ഥലം, കാര്യങ്ങളാണ്? എൻ്റെ ഫുൾ നെയിം വരുന്നത് മുഹമ്മദ് അഫ്ലൽ പി എന്നാണ്. പക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ കുറച്ച് ആളുകളെങ്കിലും എന്നെ അറിയുന്നത് അഫ്ലു എന്നുള്ള എൻ്റെ ഒരു നിക്ക് നെയിമിലാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേജ് നെയിമിലാണ്. ഞാൻ ആക്ച്വലി ഒരു യൂട്യൂബറാണ്. മെയിൻലി പറയുകയാണെങ്കിൽ നമുക്ക് 2.4 മില്യൺ ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള ടോപ്പിക്സ്, പ്രത്യേകിച്ച് സമകാലിക വിഷയങ്ങൾ, മിസ്റ്ററി അങ്ങനെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും നമ്മളിതിൽ സംസാരിക്കുന്ന രീതിയിലാണ്. അതായത് ഒരു ഇൻഫോർടൈൻമെൻറ്റ് കാറ്റഗറിയിലാണ് നമ്മുടെ ഒരു ചാനൽ വരുന്നത്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സോഷ്യൽ മീഡിയാസിലൊക്കെ ആയിട്ട് നമ്മുടെ പ്രസൻസ് ഉണ്ട്. 3 മില്യൺ ഫോളോവേഴ്സ് ഡിഫറൻസ്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ബിസിനസ്സും ഇപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. നമുക്കൊരു എഡ്ടെക് സ്റ്റാർട്ടപ്പ് ഉണ്ട്, എഡ്വ്യൂ എന്ന് പറഞ്ഞിട്ട്. ഡിഫറെൻറ്റ് സ്കിൽ ലേണിംഗ് കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതിങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമുക്കൊരു ട്രാവൽ കമ്പനി ഉണ്ട്, ഒരു ബ്ലോഗർ, അതുപോലെ തന്നെ ഒരു ഓൺടർപ്രണർ എന്നുള്ള ഒരു ജേണിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ സ്ഥലം വരുന്നത് മലപ്പുറം കുറ്റിപ്പുറമാണ്. ഇതാണ് എന്നെ കുറിച്ചുള്ളൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ആം ഐ ഓഡിബിൾ? ഓക്കെ, വെരി ഗുഡ്. സോ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി. ലൈഫിൽ ഇനി അടുത്ത ചോദ്യം ഇതാണ്, എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രോഗ്രാമിനെ കുറിച്ച് അറിയുന്നത്? നമ്മളുടെ പ്രോഗ്രാമിനെ കുറിച്ച് അറിയുന്നത് എങ്ങനെയാണ്? ഇതിലേക്ക് എത്താനുണ്ടായ സാഹചര്യം, വൈ യു തോട്ട് അബൌട്ട് ഓക്കെ ഐ ഷുഡ് ഡു ദിസ് പ്രോഗ്രാം എന്ന് തോന്നാനുള്ള റീസൺ എന്താ? എങ്ങനെയാണ് പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ അറിഞ്ഞത്? ഞാൻ ആക്ച്വലി ഷാഫി ഇൻസ്പയർസ് ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു യൂട്യൂബ് ചാനൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. നമ്മളങ്ങനെ നേരിട്ടൊരു തവണ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഒരു മോട്ടിവേഷൻ ടൈപ്പ് ഓഫ് വീഡിയോസ് ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഷാഫി ഇൻസ്പയർസ് യൂട്യൂബ് ചാനലൊക്കെ കാണുന്നതും പിന്നീട് നമ്മൾ നേരിട്ട് കണ്ടിട്ട് നമ്മളങ്ങനെ ഒരു കോണ്ടാക്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം ഒരു വ്ളോഗർ എന്നുള്ള ലൈഫ്, ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള ലൈഫ്, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഓണ്ടർപ്രണർ ജേണി ഇങ്ങനെയൊക്കെ ഇറങ്ങിയ സമയത്ത് കുറേ പ്രശ്നങ്ങൾ, കുറേ കാര്യങ്ങൾ, സ്ട്രെസ്, ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ വന്നൊരു സമയത്ത്
എനിക്കങ്ങനെ തോന്നി ഒരു മെന്റർഷിപ്പ് ലെവലിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ തോന്നിയ സമയത്ത് തീർത്തും അവിചാരിതമായിട്ട് അപ്പം അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കോണ്ടാക്ട് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ അവിടെ? എന്തോ എനിക്കാണ് പ്രശ്നം. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇടയ്ക്ക് സൗണ്ട് മിസ്സാകുന്നുണ്ട്. ചെറിയ ഇഷ്യൂ ഉണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട്. ക്ലിയർ അല്ലേ ഇപ്പോൾ കേൾക്കുന്നില്ലേ? ഓക്കെ ആണ്, കുഴപ്പമില്ല. ഇടയ്ക്ക് ഇങ്ങനെ മിസ്സിങ് വരുന്ന പോലെ തോന്നുന്നു. ഓക്കെ, ഓക്കെ. ജസ്റ്റ് ഒന്ന് രണ്ട് വേർഡ്സ് മിസ്സായിരുന്നു. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പം നെറ്റ്വർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും നോക്കാം. ശരി. അപ്പം അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഡയറക്റ്റ്ലി ഷാഫി സാറിനെ കോണ്ടാക്ട് ചെയ്യുന്നത്. നമ്മൾ 1-2 മണിക്കൂറോളം കുറേ കാര്യങ്ങൾ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ, പിന്നെയാണ് കൂടുതൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള കാര്യങ്ങൾ ഒക്കെ ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത്. അതിൽ തന്നെ ഞാൻ ഡെയിലി നെറ്റ്വർക്ക് ഇഷ്യൂ വരുന്നുണ്ട്, മിസ്സിങ് ഉണ്ട്. ഓക്കെ ഓക്കെ സെക്കൻഡ്. നിങ്ങളിപ്പോൾ എവിടെയാണ് ഉള്ളത്? നാട്ടിലാണോ? എവിടെ? ആയിട്ടുണ്ടോ? ഹലോ. യാ, ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ നൗ. ഓക്കെ അല്ലേ? യാ, ഓക്കെ. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിലുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ അതിനുശേഷം പിന്നെയും നമ്മൾ കുറേ കാര്യങ്ങൾ ഡയറക്റ്റ്ലി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് EFT കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ കാര്യങ്ങൾ അറിയുന്നതും അതിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യാം, അഡ്വാൻസിലേക്ക് ജോയിൻ ചെയ്യാം എന്നുള്ള രീതിയിൽ തീരുമാനങ്ങൾ എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നു. Okay. So, what are the challenges that you are going through? ലൈഫിൽ പല ലേണിങ്സും നിങ്ങൾക്കുണ്ടാവും. ഇന്നത്തെ സെഷൻ ശരിക്കും ഒരു നോർമലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോലെയല്ല. ഇറ്റ് ക്യാൻ ബി ലൈക്ക് മോർ ഓഫ് എൻ ഇൻ്റർവ്യൂ ലെവൽ. പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഒരു ഇൻഡെപ്ത് ഒരു കോൺവെർസേഷൻ തന്നെ എന്താ പറയുക എല്ലാവർക്കും പ്രതീക്ഷിക്കാം. അതിനപ്പുറത്തേക്ക് അഫ്ലു എന്ന് പറയുന്ന വ്യക്തിയെ പോലുള്ള ആൾക്കാരുടെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. സോ ആ പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ ചോദിക്കും. നമുക്ക് ഒരുപാട് ലേണിങ്സുകൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അഫ്ലു. വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു ലൈഫ്. സോ ഈ ഒരു ജേണിയിലേക്ക് വരാൻ ഇഫ് യു ഡോണ്ട് മൈൻഡ് യു ക്യാൻ ഷെയർ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തെല്ലാം ചാലഞ്ചസ് ടിപ്പിക്കലി നിങ്ങൾ ഫേസ് ചെയ്തിട്ടായിരുന്നു? ഏത് ടൈപ്പ് ഓഫ് ചാലഞ്ചസ് ആയിരുന്നു ബിഫോർ കമ്മിങ് ടു ദ പ്രോഗ്രാം? വാട്ട് ആർ ദ ചാലഞ്ചസ് ദാറ്റ് യു ആർ ഗോയിങ് ത്രൂ? എനിക്ക് തോന്നുന്നു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഈ ബിസിനസ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും ഇനി മൾട്ടിപ്പിൾ ആയിട്ട് ഒരുപാടധികം കാര്യങ്ങളായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഭയങ്കര ഒരു സ്ട്രെസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ചക്രശ്വാസം വലിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ കുറേ കാര്യങ്ങളായിട്ട് മൈൻഡിൽ കിടന്ന് ഓടും. അതിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ബുദ്ധിമുട്ടുകൾ ആ സമയത്തും ഇടയ്ക്കൊക്കെ ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യായിരുന്നു, മിറർ ടെക്നിക്ക് പോലുള്ള കാര്യങ്ങൾ ചെയ്യായിരുന്നു. പക്ഷേ എന്നാൽ കൂടെ കൃത്യമായിട്ടുള്ള രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതിലും എസ്പെഷ്യലി ചില പാനിക് അറ്റാക്സ് പോലുള്ള ചില സംഗതികളൊക്കെ അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൊക്കെയാണ് തീർത്തും ഔചാരിതമായിട്ട് ഞാൻ അങ്ങനെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിലേക്കും EFT അഡ്വാൻസിലേക്കൊക്കെ എത്തിപ്പെടുന്നത്. സോ ഓക്കെ ഫൈൻ. നമുക്ക് നെറ്റ്വർക്ക് ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആക്കാം. കാരണം എനിക്ക് തോന്നുന്നു നെറ്റ്വർക്കിൽ വീഡിയോ മിസ്സാവുന്നുണ്ട്, കട്ടാവുന്നുണ്ട്. വീഡിയോ ഇങ്ങനെ കട്ടാവുന്ന പോലെ ഫീൽ ചെയ്തു. അഫ്ലുവിന് അത് ഫീൽ ചെയ്തോന്ന് എനിക്കറിയില്ല. നമുക്ക് അവിടെ ഫീൽ ചെയ്തു. ആ ഒരു ഫ്ലോ കിട്ടുന്നുണ്ടായിരുന്നില്ല, വീഡിയോ സ്റ്റക്കായ പോലെ. എല്ലാവർക്കും ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ? ഇനി വേറെ നെറ്റ്വർക്ക് കണക്ഷൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയും. ഫോണിലാണ് വൈഫൈ എന്താ അറിയില്ല, ഇന്നൊരു ചെറിയ ഇഷ്യൂ. ബെറ്റർ ആയിട്ടുണ്ടോ അപ്പോൾ? ഇപ്പോൾ ഓക്കെ ആണ്, ഇപ്പോൾ ബെറ്റർ. ഏതാ സെയിം കണക്ഷൻ, സെയിം നെറ്റ്വർക്ക് ആണോ? ഞാൻ മൊബൈലിലേക്ക് കണക്ട് ചെയ്ത്. വെരി ഗുഡ്. നൗ ഇറ്റ്സ് ഫ്ലോയിങ് വെരി ഗുഡ്. നിങ്ങളെ പോലുള്ള ഒരു ഗസ്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് എന്ത് ചെയ്യണം, വളരെ നല്ല രീതിയിലേക്ക് ഓഡിയൻസ് ഒക്കെ വെയിറ്റ് ചെയ്യാണ്. സോ ഇറ്റ് ഷുഡ് ബി വെരി പെർഫെക്റ്റ് ആൻഡ് സ്മൂത്ത് ഫ്ലോ. സോ എനിവേ, ആര് വരികയാണെങ്കിലും അങ്ങനെ വരണം. തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് ഒരുപാട് ലേണിങ്സ് ഉണ്ടാവും. നിങ്ങൾ വരുമ്പോൾ ഇങ്ങനത്തെ സംഗതികൾ സംഭവിച്ചാൽ നമുക്ക് കൂടുതൽ വിഷമം വരും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ ലെറ്റ്സ് കം ബാക്ക് ടു ദ സ്റ്റോറി. നമുക്ക് ലൈഫിൽ ഇതിനു മുൻപ് എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വന്നപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചസ് എടുത്തിട്ടുണ്ടായിരിക്കുക അല്ലേ? ഒരു യൂട്യൂബർ എന്നുള്ള നിലയ്ക്ക് ഒരാൾക്ക് വരുന്ന പല ചാലഞ്ചസ് ഉണ്ട്. എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് ജഡ്ജ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെടാം,
അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ സംഗതികളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു? ആം, എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു യൂട്യൂബിലേക്കുള്ള ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു തുടക്കത്തിൽ തന്നെ ആദ്യം ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചൊന്ന് പഠിച്ചു. അപ്പം ഫുൾ അത്യാവശ്യത്തിലധികം നെഗറ്റിവിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കി, എസ്പെഷ്യലി കമന്റ് ബോക്സിലാണെങ്കിലും മറ്റൊക്കെ ആയിട്ട്. അപ്പം ആ, ഞാൻ ആദ്യം തന്നെ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഞാൻ ചെയ്തൊരു കാര്യം മിറർ ടെക്നിക്കായിരുന്നു. ഞാൻ എന്തൊക്കെ രീതിയിൽ ആക്ഷേപങ്ങൾ വരാം അല്ലെങ്കിൽ ആളുകളെ എങ്ങനെയൊക്കെ കളിയാക്കാം ആ രീതിയിൽ ഞാൻ എന്നോട് തന്നെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ യൂട്യൂബിലേക്ക് വന്നത്. പിന്നെ നെഗറ്റീവ് കമന്റ്സ് പിന്നെ സ്വാഭാവികമാണ്. നമ്മളാ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു മെന്റാലിറ്റി വെച്ച് പോയത് കാരണം നമുക്കത് വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് എടുത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ അങ്ങനെ വലിയ രീതിയിലുള്ള നെഗറ്റിവിറ്റീസും പൊതുവെ വരാറുമില്ല. കൃത്യമായ രീതിയിൽ കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മൾ ആളുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് അതിൻ്റെതായ രീതിയിൽ സ്മൂത്ത് ആയിട്ട് ഇപ്പോഴും അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതാണ്, ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങൾ എത്ര ഇപ്പോൾ ഓരോ വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളെപ്പോലെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സിമിലർ കാറ്റഗറിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതെല്ലാം ഇൻഫർമേഷൻസ് ആണ്, വാർത്തകളാണ്. ഓക്കെ, ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചരിത്ര സംഭവങ്ങളായിക്കോട്ടെ, നിങ്ങൾ എങ്ങനെയാണ് ആ, അതിൻ്റെ ഒരു റിസർച്ച് നടത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? നിങ്ങൾ അത് ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവും, നിങ്ങളുടെ ബിസിനസ് ട്രിക്ക് ആയിരിക്കാം, സ്റ്റിൽ സംതിങ് യു ക്യാൻ റിവീൽ, റൈറ്റ്? ലൈക്ക് ഓക്കെ, ഞങ്ങളത് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്. സോ വാട്ട് ആർ ദ സ്റ്റെപ്സ്? ബിക്കോസ് ഇന്നിപ്പോൾ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ചില ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ പല രീതിയിൽ അറിയാൻ താല്പര്യമുണ്ടാവും. ഈ ഒരു യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ചാനൽസുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഹൗ ഡു യു ഡു യുവർ പ്രോസസ്? ആക്ച്വലി ഞാനവിടെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ഫസ്റ്റ് തന്നെ നമ്മുടെ ഒരു ഓഡിയൻസിനൊന്ന് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്ത ഒരു കാര്യം. അപ്പം ഒരു ജനറൽ ഓഡിയൻസിലേക്ക്, ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിലേക്ക് അവർക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഇൻഫർമേഷൻസ് നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആദ്യ കാലങ്ങളിലൊക്കെ ബുക്സ്, അതേപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സ്, ഇതിൽ നിന്നൊക്കെയുള്ള വ്യത്യസ്ത ആർട്ടിക്കിൾസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൂടുതൽ ഫർദർ ആയിട്ട് റിസർച്ചൊക്കെ ചെയ്തിട്ടാണ് നമ്മളതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഇൻ്റർനെറ്റിൽ നിന്നാണ് നമ്മുടെ ഡാറ്റ കളക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിലിപ്പോൾ നിലവിൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് വെബ്സൈറ്റുകളിൽ നിന്നുള്ള ഡാറ്റ, അങ്ങനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നമ്മളൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഡാറ്റകൾ മൊത്തം കളക്ട് ചെയ്തതിന് ശേഷം ഇതിനെ ഞാനൊരു സ്റ്റോറി ആക്കി മാറ്റും. ഒരു കണക്ട് ചെയ്ത് പോകുന്ന രീതിയിൽ. സോ അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് അടിപൊളിയായിട്ട് കേട്ടിരിക്കാം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിൽ ഇമാജിൻ ചെയ്ത് പോവാം. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലോ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് പിന്നെ നമ്മൾ വീഡിയോകൾ പ്രസന്റ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെയാണോ എല്ലാ വർക്കും ചെയ്യുന്നത്? ഡു യു ഹാവ് എ ടീം ആ, ടു ഡു ദിസ്? നമുക്കൊരു ടീമുണ്ട്, കോണ്ടന്റ് റിസർച്ചർ ഒക്കെ ഉണ്ട്. അപ്പം ആദ്യമൊക്കെ ഞാനാണ് കംപ്ലീറ്റ്ലി ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓക്കെ. വീഡിയോസ്, അതിനുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു, നമ്മൾ തന്നെ ഷൂട്ട് ചെയ്യുന്നു, നമ്മൾ തന്നെ എഡിറ്റ് ചെയ്യുന്നു, നമ്മൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നു. ആ രീതിയിലായിരുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ. പിന്നെ അതിനുശേഷം നമ്മളൊരു 2-3 ഇയേഴ്സ് മുമ്പ് ഒരു ടീം ബിൽഡ് ചെയ്തു. കംപ്ലീറ്റ്ലി നമ്മൾ ടീമിന്റെ രീതിയിലാണ്, ഒരു ടീം വർക്ക് ആയിട്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഒരു വാർത്ത കേൾക്കുന്നുണ്ട് റീസെൻ്റ്ലി. ഓക്കെ, 1 മന്ത് ഒക്കെ ആയിട്ട് ഇങ്ങനെ കേൾക്കുന്ന ഒരു വാർത്തയാണ്. എസ്പെഷ്യലി നമ്മുടെ ഫിറോസ് ചുട്ടിപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോഗർ യൂട്യൂബ് നിർത്തുക എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ ചെയ്തു. ഉം, ഉം, ഉം. പലരും ഇത്തരത്തിലുള്ള ഒരു യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിനെ കുറിച്ചും സംഗതികളെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ അതായത് യൂട്യൂബിൽ ഇനി അവസരങ്ങളില്ല, അല്ലെങ്കിൽ ഇനി ഒരു സൈഡിൽ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ വരുമാനം കിട്ടുന്നില്ല. പല കാരണങ്ങളുണ്ട്. ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിലേക്ക് വന്നു, ഒരുപാട് ഉം, ആൾക്കാർ ഉം. കോമ്പറ്റീഷൻ വന്നു. അതേപോലെ തന്നെ ഇപ്പോൾ നല്ല ക്വാളിറ്റി കണ്ടന്റ് ഉള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തത് പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ള വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോൾ അത് കാണാൻ, അത് പർച്ചേസിങ് കപ്പാസിറ്റി വ്യൂവേഴ്സ് ഉള്ള ആൾക്കാർക്കും അതിനനുസരിച്ചുള്ള ഇത് ക്വാളിറ്റി ഓഡിയൻസ് ഉള്ളവർക്ക് നല്ല രീതിയിൽ ചിലപ്പം നല്ല വരുമാനം കിട്ടും. അതല്ലെങ്കിൽ വേണ്ടത്ര നല്ല രീതിയിൽ ഹിറ്റ് വ്യൂ വേണം ഡെയിലി, ഒരു ലൈവ് അപ്ഡേറ്റ്സ് പോലുള്ള സംഗതികൾ, വാർത്തകൾ സംഗതികളൊക്കെ പോലുള്ള. ഇതൊന്നുമല്ലാത്ത, അല്ലെങ്കിൽ നോർമലി ഉള്ള പല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇനി AI വരവോടുകൂടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും AI കൂടെ ചിലപ്പോൾ ഇത് നമ്മളെ യൂട്യൂബേഴ്സിനെ പോലുള്ള ആൾക്കാരുടെ ആവശ്യകത കുറയുമെന്ന്, ഇങ്ങനെയുള്ള കുറേ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അവസരങ്ങൾ നഷ്ടപ്പെട്ടാന്ന് പറയുന്ന ഒരു ചർച്ചയുണ്ട്. ആ ഒരു ചർച്ച റിയൽ ആണോ? അത് ഓൾറെഡി സംഭവിച്ചിട്ടുണ്ടോ? ഹൗ ഈസ് ഇറ്റ് എഫക്റ്റിംഗ് യു?
ഓർ ലൈക്ക് പീപ്പിൾ ഫ്രം ദ യൂട്യൂബ് സ്പേസ് നിങ്ങളെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനത്തെ ചലഞ്ചസ് ഒക്കെ നേരിടുന്നുണ്ടോ? ആം, ഈ ഒരു കാര്യത്തെ നമുക്ക് പല പല രീതിയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഇപ്പം അതിലൊരു കാര്യം, നമ്മുടെ റവന്യൂ ആ ഒരു സൈഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ഫോം വീഡിയോസിനായിരുന്നു ഏറ്റവും കൂടുതൽ റവന്യൂ യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് ലാൻഡ്സ്കേപ്പ് രീതിയിലുള്ള 8-10 മിനിറ്റ് ഡ്യൂറേഷൻ വരുന്ന രീതിയിലുള്ള വീഡിയോസിന് മൾട്ടിപ്പിൾ ആഡ് ബ്രേക്സ് അതിൽ ആഡ് ചെയ്യാം. സോ കൂടുതലായിട്ട് റവന്യൂ ഒക്കെ കിട്ടുമായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിലേക്ക് വെർട്ടിക്കൽ ഫോം വീഡിയോസ് വലിയ രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റം വ്യൂവർഷിപ്പിൽ വന്നു. അതുപോലെ തന്നെ ആളുകൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് ബിസിയാണ്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെയൊക്കെ ഒരു അനന്തരഫലം എന്നോണം ഈ ലോങ് ഫോം വീഡിയോസിലേക്ക് കൂടുതൽ ആളുകൾ എത്താത്തൊരവസ്ഥ വരുന്നുണ്ട്. സോ അതുകൊണ്ടൊക്കെ തന്നെ സ്വാഭാവികമായിട്ട് അവിടെ റവന്യൂവിൽ വലിയൊരു ഡിക്ലൈൻ സംഭവിക്കുന്നുണ്ട്. അപ്പം യൂട്യൂബ് ലോങ് ഫോം വീഡിയോസ് മാത്രം എന്നുള്ള രീതിയിൽ ആശ്രയിച്ച് നിൽക്കുന്ന ആളുകൾക്ക്, അതിൽ തന്നെ ഒരു എന്താ പറയുക, ഒരു ജനറൽ ടൈപ്പ് ഓഫ് കോണ്ടന്റ്സ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇതൊരു വലിയൊരു വെല്ലുവിളി രീതിയിലേക്ക് കാര്യങ്ങൾ മാറി വരുന്നുണ്ട്. അപ്പം അത് തന്നെ ആയിരിക്കും പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം വേറൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതേ ഒരു സമയത്ത് തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയനെ അതിനൊരു പ്രോപ്പർ കമ്മ്യൂണിറ്റി ആക്കി എടുത്ത് അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊന്നും വലിയ രീതിയിൽ അതിനെ ബാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് ചെയ്യുന്ന ആളുകൾക്കൊന്നും അതിൽ കുഴപ്പമില്ല. ഇപ്പം നമ്മുടെ കാര്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. മുമ്പൊക്കെ നമ്മൾ ചില ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ വ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ പകരമായിട്ട് കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ വ്യൂവർഷിപ്പ് ഒക്കെ അതിന് ലഭിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളത് പ്രോപ്പറായിട്ട് ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ത്രൂ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ സെയിൽസ് കൊണ്ടുവരാനും നമ്മളെ ബിസിനസ്സിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കമ്പനികൾ, നമ്മുടെ ട്രിപ്പിഫോ എന്ന് പറഞ്ഞ ട്രാവൽ കമ്പനി ആണെങ്കിലും ഹെഡ്വ്യൂബ് എന്ന് പറഞ്ഞ കമ്പനി ആണെങ്കിലും ഒക്കെ നമ്മളൊരു സോഷ്യൽ മീഡിയ ഫാമിലിയാണ് ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്തത്. സോ അവിടെ ഒരു ലൈക്ക് മൈൻഡഡ് പീപ്പിൾ അത്യാവശ്യത്തിലധികം ആളുകൾ ഉണ്ടാകുമ്പോൾ അടിപൊളിയായിട്ടുള്ള രീതിയിൽ തന്നെ ഈ ബാക്കിയുള്ള മോണിറ്റൈസേഷൻ റവന്യൂനൊന്നും ആശ്രയിക്കാതെ തന്നെ നമുക്കതിൽ നിന്ന് ബിസിനസ് ജനറേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു കാര്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അതിലിപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റികളിൽ ട്രിപ്പിഫോ എന്ന് പറഞ്ഞ നമ്മുടെ ട്രാവൽ കമ്പനിയുടെ ആണെങ്കിലും ഹെഡ്വ്യൂബിൻ്റെ ആണെങ്കിലും ഒക്കെ റീലുകളിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലുള്ള റീലുകളിൽ ഞാനുണ്ട്, പക്ഷെ അത് ഞാനല്ല. ആക്ച്വലി എൻ്റെ AI അവതാർ വെച്ചിട്ടാണ് അവിടെയൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ഈസിനെസ് അതിൽ വരുന്നുണ്ട്. പക്ഷേ ഒരു ദീർഘദൂരമായിട്ടുള്ള ഒരു അനന്തരഫലം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ വലിയ തോതിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാം. ഏതാണ് റിയൽ ഏതാണ് ഫേക്ക് ആണെന്ന് മനസ്സിലാകാത്ത ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുക എന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കുറച്ചധികം കാലം കഴിയുമ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസർ പവറിനെ അത് ബാധിക്കുന്ന രീതിയിലേക്ക് ചിലപ്പോൾ മാറി വരാനുള്ള സാധ്യതകളുണ്ട്. ആ ഒരു ട്രസ്റ്റൊക്കെ മിസ്സാകാനുള്ള സാധ്യതകൾ മേ ബി അവിടെ ഉണ്ടാകാൻ കാര്യങ്ങളുണ്ട്. അപ്പം മൊത്തത്തിൽ ഈ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നോക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാം. Alright. So anyway, these are the updates. Thank you. എന്തായാലും എനിക്ക് ഇമ്മീഡിയറ്റ്ലി എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചെന്നുള്ളൂ. ഓക്കെ, നമുക്ക് ബാക്ക് ടു ഹീലിംഗിലേക്ക് വരാം. സോ അഫ്രുവിൻ്റെ ലൈഫിൽ നേരത്തെ പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ നല്ല രീതിയിലുള്ള വർക്കിലോട് ബിസി മറ്റുള്ള കാര്യങ്ങൾ ഇതെല്ലാം കൂടെ വന്നിട്ട് അതിൻ്റെ സ്ട്രെസ് ബാധിക്കുകയും ഈവൻ പാനിക് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരികയും ഒക്കെ ചെയ്തപ്പോൾ ഈ ഒരു ഹീലിംഗ് നമ്മളുടെ അഡ്വാൻസ് പ്രോഗ്രാം എന്ന് പറയുന്ന ഹീലിംഗ് ആ പ്രോഗ്രാമിലേക്ക് വന്നു. ആ വന്ന ഒരു ഫസ്റ്റ് ഡേയിലുള്ള അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ്, ഒരാൾ വന്ന ആദ്യത്തെ ദിവസത്തിലുള്ള എക്സ്പീരിയൻസ് എന്താണ്? ദെൻ സെക്കൻഡ് ഡേ, ദെൻ വാട്ട് ഹാപ്പൻ ദ തേർഡ് ഡേ? വാട്ട് ഡിഡ് യു ഫെൽറ്റ് ദ എക്സ്പീരിയൻസ്? എനിക്കൊന്നു ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഒരു കാമായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് എന്താണോ അവിടെ വേണ്ടത് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഡേയിലെത്തുമ്പോൾ അത് കുറച്ചുകൂടെ കൂടി. ഏറ്റവും ഫൈനൽ ഡേയിലേക്ക് എത്തുമ്പോൾ അതൊരു അടിപൊളിയായിട്ടുള്ള ലെവലിലേക്ക് നമ്മുടെ ഒരു മെൽറ്റ് ഇൻ ടു വൺനെസ് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ കൂടിയാകുമ്പോൾ ഒരു ഭയങ്കരമായ ഒരു ഫീലിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. എന്താണ് വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ദർ ആൻഡ് വാട്ട് വാസ് ഹാപ്പനിങ് ദർ? ഇപ്പം ഈ ഒരു നിങ്ങളുടെ അതിന് ശേഷമുള്ള നിങ്ങളുടെ ലൈഫ് ആൻഡ് ബിഫോർ യുവർ ലൈഫ്, ടെൽ മീ അബൌട്ട് ഇറ്റ്. മുമ്പ് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ അതിൽ തന്നെ ഇപ്പം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പല കാര്യങ്ങളും പോകും. ഇപ്പം എൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചിട്ട് പഠിച്ചിട്ട് വേണ്ട രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് പോവുക. പക്ഷേ
മൈൻഡുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ വേഴ്സ് ആയിട്ട് പോകുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഞാൻ EFTയിലേക്കും ഒക്കെ തന്നെ എത്തിച്ചേരുന്നത്. അപ്പം കൃത്യമായ രീതിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൽ എങ്ങനെയൊക്കെ ചേഞ്ച് കൊണ്ടുവരാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ ഇപ്പം EFT ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായ രീതിയിൽ ഇപ്പം ഒരുപാടധികം മാറ്റങ്ങൾ അതിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പം ഇതിനൊക്കെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇത്ര ബുദ്ധിമുട്ടിയിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട ആളുകളല്ല എന്നുള്ള സംഭവമാണ്. അപ്പം അത് വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ EFTയിലൂടെ നമുക്ക് കൃത്യമായ രീതിയിൽ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ആ പ്രശ്നങ്ങൾ ഇപ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ള രീതിയിലാണ് ഞാൻ അതിന് കാണുന്നത് പറയാറൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റത് നമ്മൾ ചെയ്യുമ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു കോൺഷ്യസ് മൈൻഡിലുള്ള കുറേ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാനും പിടിച്ചു വെക്കാനും കുറേ കാര്യങ്ങൾ രീതിയിലാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള രീതിയിലേക്ക് പെരുമാറുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനും അവിടെ ആ ഒരു റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് പോലും കൃത്യമായിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ട് അടിപൊളിയാക്കിയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനൊക്കെ EFTയിലൂടെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത് ഒരു റൈറ്റ് ടൈമിൽ ഞാൻ EFTയിലേക്കും ഈ കമ്മ്യൂണിറ്റിയിലേക്കൊക്കെ എത്തി എന്നുള്ളതാണ്. ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ട് EFT ഒക്കെ ചെയ്തതിനു ശേഷം. ഏതൊരു വിഷയം വന്നു കഴിഞ്ഞാലും നമുക്ക് അതിനെ തരണം ചെയ്ത് പോകാനുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ടൂൾ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള രീതിയിൽ. ഓക്കെ. അവിടെ ഇതിനു മുൻപ് ഈ പറഞ്ഞതുപോലെ ഒരു അഫ്ലു ഒരു എന്താ പറയാ റിസർച്ചറാണ്. ഡെഫിനറ്റ്ലി കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ കഴിയുള്ള ഒരാളാണ്. സോ നല്ല രീതിയിൽ ഇതുവരെ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തിരുന്നത് അനാലിസിസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം അനലൈസ് ചെയ്യും, എന്നിട്ട് അത് മനസ്സിലാക്കും, അതെങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം. അതിൽ നിന്ന് മാറിയിട്ട് നമ്മളുടെ അഡ്വാൻസ് പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ലെറ്റ് ഗോ എന്നുള്ള കോൺസെപ്റ്റ്, ഹീലിംഗിലേക്ക് വരുമ്പോൾ അല്ലേ. സോ ആ ഒരു ലെറ്റ് ഗോ നല്ലോണം അനലൈസ് ചെയ്ത് ലോജിക്കലി ചിന്തിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്ത് പോയിരുന്ന വ്യക്തിയിൽ നിന്ന് ഈ ലെറ്റ് ഗോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അഡാപ്റ്റ് ചെയ്യാൻ പ്രയാസം ഉണ്ടായിരുന്നു. അതോ ലൈക്ക് അത് പെട്ടെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്തതിന് മുൻപേ അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു, അതുപോലെ ജസ്റ്റ് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ആ അക്സെപ്റ്റൻസ് എത്രത്തോളം ലൈഫിൽ നിങ്ങൾക്ക് ഒരു ഷിഫ്റ്റ് കൊണ്ടുവരാൻ സാധിച്ചു? ഞാൻ കുറച്ചുകൂടെ പെട്ടെന്നെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന അഡാപ്റ്റബിൾ ആയിട്ടുള്ള കൂട്ടത്തിലാണ്. സോ അതുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ ഒരു ആം, എന്താ പറയുക, ഒരു എൻലൈറ്റിംഗ് മൊമെന്റ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഒരു ബോധോദയം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കുറേ കാര്യങ്ങളാണ് ഇപ്പം EFTയുടെ ആ സമയത്തൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം അത് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളെ നമ്മളത് കൺട്രോൾ ചെയ്യുമ്പോൾ അങ്ങനെ ഇല്ലാന്ന് നമ്മളോട് തന്നെ പറയുമ്പോഴൊക്കെയാണ് ആ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. അതിന് പകരം അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് പ്രശ്നങ്ങളൊക്കെ മാറ്റം വരുന്നുണ്ട് വലിയ രീതിയിൽ. അത് ഞാനിപ്പം കൃത്യമായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കിയ കാര്യമാണ്. നമ്മളത് എത്രത്തോളം അതിനെ പിടിച്ചു വെക്കാൻ കംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു അത് കൂടുതൽ വേഴ്സ് ആയിക്കൊണ്ടിരിക്കും. നേരെ തിരിച്ച് ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ ഒരു ഫ്ലോയില് അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ. സോ ഈ പറഞ്ഞതിൻ്റെ ഇടയിൽ പറഞ്ഞു കുറച്ച് ബോധോദയം വന്നു എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക ഒരു മൈൻഡിലേക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആയി. സോ എന്താണ് ആ ബോധോദയങ്ങൾ പ്രധാനപ്പെട്ടത് പറയുകയാണെങ്കിൽ കുറച്ചൊന്ന്? ഫസ്റ്റ് തിങ് ഈസ് ഞാൻ കുറച്ചധികം ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ്. അപ്പോൾ എനിക്ക് എന്നെ കുറിച്ച് തന്നെ കുറേ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റി. നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോകുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങൾ അടിപൊളിയാണെന്നുള്ള രീതിയിൽ വിചാരിക്കുന്നുണ്ട്. അതിൽ തന്നെ എസ്പെഷ്യലി ഇപ്പം മലയാളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽസ് നോക്കുകയാണെങ്കിൽ അതിൽ മുമ്പന്തിയിലുള്ള ഒരു ചാനൽ കൂടിയിട്ടാണ് ഈ ഒരു ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ ഇൻഫോർടൈൻമെന്റ് കാറ്റഗറിയിൽ. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ കുറേ പ്രശ്നങ്ങൾ അപ്പുറത്ത് നടക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നു, ഇത്തരത്തിലുള്ള സ്ട്രെസ്സിലേക്ക് നമ്മൾ പോകുന്നു, അങ്ങനെ നമ്മളെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളിൽ ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്നൊക്കെയാണ് ഇത്തരത്തിലുള്ള എന്നെക്കുറിച്ചുള്ള കുറേ പുതിയ കാര്യങ്ങൾ, കുറേ റിയലൈസേഷൻ മൊമെന്റ്സ് ഉണ്ടാവുന്നത്. കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനുശേഷം അത് കൃത്യമായിട്ട് ഡീൽ ചെയ്യാനൊക്കെ സാധിച്ചു. ഓൾറൈറ്റ്. സോ അടുത്തത് എനിക്ക് ചോദിക്കാനുള്ളത്, വാട്ട് വാസ് യുവർ മേജർ ലേണിംഗ്? ഒരു 1 പോയിന്റ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയാൻ പറ്റണം. ഇപ്പം ഒന്ന് രണ്ടെണ്ണം പറഞ്ഞു, ലെറ്റ് ഗോ ചെയ്യുന്നതും അക്സെപ്റ്റ് ചെയ്യുന്നതും, അതേപോലെ തന്നെ പെർഫെക്ഷനിസത്തെക്കുറിച്ച് സ്വന്തത്തെക്കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞതും. ഇതിനപ്പുറത്തേക്ക് വാട്ട് വാസ് യുവർ മേജർ 1 ലേണിംഗ് യു ലേൺ ഫ്രം ദ? ഏറ്റവും പ്രധാനപ്പെട്ട ലേണിംഗ് എടുക്കുകയാണെന്നുള്ളത് EFTയിൽ ഒരു മെയിൻ പ്രധാനപ്പെട്ട ഒരു ലേണിംഗ് എന്ന് പറയാനാണെങ്കിൽ ഞാനിപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ലെറ്റ് ഗോ എന്നുള്ള രീതിയിലുള്ള
കാര്യങ്ങൾ തന്നെയായിരിക്കും. എത്രത്തോളം ആ ഇമോഷൻസിനെ നമ്മൾ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്ന, പലപ്പോഴും ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം, ഇതിങ്ങനെ ഒരു സാധനം ഇല്ല, എന്നത് ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു പോവായിരിക്കും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന് പകരമായിട്ട് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആകുമ്പോൾ ഒരുപാടധികം മാറ്റങ്ങൾ, ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടി തയ്യാറാവുമ്പോൾ ഒരുപാടധികം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ള രീതിയിൽ അത് വേണമെങ്കിൽ പറയാം. ഒരുപാടധികം കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു കാര്യമായിട്ട്. ഓക്കെ. സോ ഇനി ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഹൗ ദ പ്രാക്ടീസ് ഗോസ് ആൻഡ് എത്രത്തോളം പ്രാക്ടീസ് നടക്കുന്നുണ്ട്? അതിലേതാണ് ആം, ഏറ്റവും ഉറപ്പെടുക? കാരണം അതിൽ ഏകദേശം 10ഓളം ടൂളുകൾ ഉണ്ടല്ലേ? പലതും ഉം, പ്രാക്ടീസ് നിങ്ങൾ ഉം. ഏറ്റവും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഏതാണ്? അല്ലെങ്കിൽ എല്ലാം പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഹൗ പ്രാക്ടീസ് ഇസ് ഗോയിങ്? ഓൾമോസ്റ്റ് എല്ലാ ദിവസവും കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നാലും ആ ഡേയിൽ എപ്പോഴേലൊക്കെ ആയിട്ട് ഏതെങ്കിലുമൊക്കെ പ്രാക്ടീസസ് നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്ന ഒരെണ്ണം റിലാക്സ് മെത്തേഡാണ്. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ആ ഒരു വിഷയത്തെ എടുത്തിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ റിലേഷൻഷിപ്പ് വിത്ത് മൈസെൽഫ്, അത് ഭയങ്കര പവർഫുൾ ആയിട്ട് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. കുറച്ചുകൂടെ നമ്മൾ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഐ മീൻ പീസ്, അത് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് മെയിൻലി നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഇന്നർ ചൈൽഡ് ഹീലിംഗിലേക്കും അതേപോലെ ടൈം ട്രാവൽ തെറാപ്പി എല്ലാം കൂടെ ചെയ്യാറുണ്ട്. വീഡിയോ സ്റ്റെക്ക് ആണോ? ഷെഫ് സാറിന്റെ നെറ്റ്വർക്ക് എന്തോ ഇഷ്യൂ ഉണ്ടോ തോന്നുന്നില്ല. ഹായ് അഫ്ലു, ഇവിടെ ഹാപ്പൻ ഇസ് ലൈക്ക് പെട്ടെന്ന് ഇവിടെ എന്തോ ഒരു പവർ ഫെയിലിയർ, എന്തോ ഒരു ഇഷ്യൂ വന്നു. ഞാൻ എക്സിറ്റ് ആയിപ്പോയി, നെറ്റ്വർക്ക് ഇഷ്യൂ വന്നിട്ട്. അപ്പം എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ട്. സോ ആം ഐ ഓഡിബിൾ നൗ? Yeah. ഓക്കെ. സോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പ്രാക്ടീസസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? സോ Yeah. ഇനി റിലാക്സ് ആൻഡ് റിലീസ് മെത്തേഡ്, ഹിബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ നിങ്ങളുടെ ഓരോ പോയിന്റ്സുകളും, നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഓരോ പോയിന്റ്സുകളും ഇവിടെ കമന്റ് ചെയ്യുന്നത്. താങ്ക് യു ഹിബ ഫോർ റിമൈൻഡിങ് ആസ് എവറി വൺ വാട്ട് ആർ ദ മെത്തേഡ്സ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ലൈഫിലുള്ള ഒരു ചേഞ്ച് എന്തൊക്കെയാണ്? മൊത്തത്തിലുള്ള നിങ്ങളുടെ ഒരു ഫീലിങ്സ് എങ്ങനെ ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ വന്നതിന് ശേഷം? വാട്ട് വാസ് ദ ഫീലിംഗ്? ഒരു അതിനുശേഷമുള്ള ലൈഫിലുള്ള ഒരു ഫീലിങ്സ്, നിങ്ങൾ കാര്യങ്ങൾ എന്താണ് ആ റിസൾട്ട്? വാട്ട് ഇസ് ദ റിസൾട്ട്? അതിനുശേഷം ലൈഫ് കുറച്ചുകൂടെ ഈസി ആയെന്ന് പറയാം. മുമ്പ് ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ, അതൊരു ആ ഒരു ഫ്ലോ കറക്റ്റായി ഭയങ്കര ഈസി ആയിട്ട് കാര്യങ്ങൾ പോകുന്ന രീതിയിലേക്കൊക്കെ മാറി വന്നിട്ടുണ്ടായിരുന്നു. മുമ്പ് ഒരു വലിയൊരു ഷിഫ്റ്റ് തന്നെ അതിനുശേഷം സംഭവിച്ചു എന്ന് പറയാം. എസ്പെഷ്യലി ഇപ്പം നമ്മൾ ആ ഒരു അഡ്വാൻസ് പ്രോഗ്രാം കഴിഞ്ഞു വന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള കുറേ രീതിയിൽ കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ കുറച്ച് കാലമായിട്ട് നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒന്നോ രണ്ടോ സ്റ്റെപ്സ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു 10-200 സ്റ്റെപ്സ് നേരെ ഒറ്റയടിക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന രീതിയിലേക്ക്, ഒരുപാടധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്തായിരിക്കും? ക്യാൻ യു എക്സ്പ്ലെയിൻ? ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എന്തെങ്കിലും പറയാം? അതിലൊന്നാമത്തെ അതിലൊന്നാമത്തെ കാര്യം നമ്മുടെ ഈ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതിൽ നമ്മൾ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ചെയ്യുന്നു. പക്ഷെ കുറേ പ്രശ്നങ്ങൾ, കുറേ സ്ട്രഗിൾസ് അതിൽ വന്നിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാനൊക്കെ കുറേ പ്രയാസങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ ശേഷം നമ്മൾ ഈ ഒരു EFT അഡ്വാൻസ് പ്രോഗ്രാമിനൊക്കെ ശേഷം പിന്നീട് നമുക്കത് ഒരു കൃത്യമായിട്ടുള്ള രീതിയിലേക്ക് അത് അങ്ങനെ പോകുന്നത് കാണാൻ പറ്റിയത്. അപ്പം നമ്മൾ അത്രയും കാലം കുറേ പുറകെ നടന്ന് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നടക്കാത്ത കുറേ കാര്യങ്ങൾ പോലും വളരെ സ്മൂത്ത് ആയിട്ട് പിന്നീട് അങ്ങോട്ട് നടക്കുന്നതായിട്ട് കാണാൻ പറ്റി. അപ്പം It's like മൊത്തത്തിൽ a ആ ഒരു miracle. Did you feel like okay, എന്തൊക്കെയോ ഒരു മിറക്കിൾ പോലെ എന്തൊക്കെയോ നടക്കുന്നു എന്ന് ഒരു എളുപ്പം വന്നു ലൈഫിന്? അതെ അതെ അതെ, ഭയങ്കര ഒരു ഈസിനെസ്സിലേക്ക് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു എനർജി ലെവലിലും നമ്മുടെ തോട്ട്സിലും ഒക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ തന്നെ ആയിരിക്കണം ആ ഒരു രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. വെരി ഗുഡ്.
സോ അതാണ് ഒരു പറഞ്ഞോളൂ പറഞ്ഞോളൂ. അതാണൊരു വലിയൊരു കാര്യമായിട്ടുള്ളത്. പിന്നെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഇതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. വലിയൊരു ഈസിനെസ്സിലേക്ക് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ചോദിക്കാനുള്ളത്, എന്താണ് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളത്? വാട്ട് ദേ ഷുഡ് ലേൺ ഫ്രം യു? നിലവിലിപ്പോൾ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളോടൊക്കെ പറയുന്നൊരു കാര്യം, അല്ലെങ്കിൽ ചെയ്യുന്നൊരു കാര്യം EFT ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സംഹൗ ഇറ്റ് വർക്ക്സ്. അത് എങ്ങനെയാണ് എന്താണെന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് കൃത്യമായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ നമ്മുടെ പ്രഷർ പോയിന്റ്സിലൊക്കെ ടാപ്പ് ചെയ്തിട്ട് ചില കാര്യങ്ങൾ നമ്മളങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ ഇതൊക്കെ നടക്കുമോ, ഇത് വർക്കിംഗ് ആണോ എന്ന രീതിയിലൊക്കെ തോന്നും. പക്ഷേ ഇറ്റ് വർക്ക്സ്. ഭയങ്കര ഒരുപാടധികം മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒക്കെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ബോധം ഉണ്ടാക്കാനും നമ്മളെന്താണെന്ന് മനസ്സിലാക്കാനും അത് ഇൻഡെപ്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് എങ്ങനെ കാര്യങ്ങൾ മാറ്റാം എന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ EFT ഭയങ്കര വലിയ തോതിൽ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ഇപ്പോൾ ഞാൻ അധികം ആൾക്കാരോടും ഇപ്പം EFT റെക്കമെൻഡ് ചെയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഴ്സണലി എന്നെ അറിയുന്ന ചില ആളുകളൊക്കെ പറയും യു ആർ അഡിക്റ്റഡ് ടു EFT എന്ന്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. സോ യാ, EFT ഒരുപാട് മാറ്റങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുള്ള കാര്യത്തിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ് ഞാൻ. വെരി ഗുഡ്. സോ പെർഫെക്ഷനിസം, അതായിരുന്നു എന്താ പറയുക, വൺ ഓഫ് ദ മേജർ. നമ്മളന്ന് സംസാരിച്ച സമയത്ത് ഞാൻ പെട്ടെന്ന് നോട്ട് ചെയ്തിട്ടുള്ള, അല്ലെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു. ഓക്കെ, പെർഫെക്ഷൻ ആ ഒരു പെട്ടെന്ന് നോട്ട് ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ എന്ന് ഞാൻ കുറെ കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് മാപ്പ് ഔട്ട് ചെയ്ത് പറഞ്ഞു തന്നിട്ടോ. വാട്ട് ഡിഡ് യു ഫീൽ? അപ്പോഴാണ് പറഞ്ഞതുപോലെ കുറെ റിയലൈസേഷൻസ് വരുന്നത്. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ്, അപ്പൊ ഇതൊക്കെ ആയിരുന്നല്ലേ എൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം എന്നുള്ള രീതിയിൽ അന്നാണ് നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കുന്നത്. പിന്നീട് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ, അഡ്വാൻസ് പ്രോഗ്രാമിലൊക്കെ നമ്മളതിൻ്റെ റൂട്ട് കോസ് കറക്റ്റായിട്ട് നമ്മൾ എടുത്തു, അതിൻ്റെ കാരണങ്ങൾ എഴുതി, അങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള രീതിയിലുള്ള ഒരു മെത്തേഡിലൂടെ നമ്മൾ കൃത്യമായിട്ട് അതിനെ ഡീൽ ചെയ്തു. അപ്പം അതിൽ എസ്പെഷ്യലി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അന്ന് ഈ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ്. അപ്പം അതിനുശേഷം ഈ പറഞ്ഞതുപോലെ ലൈഫ് കുറച്ചുകൂടെ ഈസി ആയി. ലൈക്ക് അത്രയും സ്ട്രെസ് എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത സമയത്ത് സ്മൂത്ത് ആയിട്ട് പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനൊക്കെ പറ്റുന്നുണ്ട്. ആൻഡ് നൗ യു ഗോട്ട് മാരീഡ്. Yeah, കൺഗ്രാറ്റുലേഷൻ. thank you ആൻഡ് so much. ആ ഒരു കാര്യത്തിലും ചില ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ കുറച്ച് എന്താ പറയുക സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ അതെ, ഇതേ പെർഫെക്ഷനിസം, ഇതേ ഇത്തരത്തിലുള്ള അല്ലെ സംഗതികൾ വലിയ ഇത് വായിച്ചിട്ടുണ്ട്. ഹൗ സത്യം. അത് എത്ര കണ്ട് EFT എത്ര കണ്ട് ആ ഒരു എന്താ പറയുക പുതിയ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മാരേജിലേക്കൊക്കെ കടക്കുന്ന ആൾക്കാർക്ക് എത്ര കണ്ട് ഹെൽപ്ഫുൾ ആവും? അതിലും ഈ പറഞ്ഞതുപോലെ തന്നെ അപ്പം എൻ്റെ കാര്യത്തിലൊക്കെ ഈ കുറച്ചധികം റിസർച്ച് ചെയ്യുക, കുറച്ചധികം അനലൈസ് ചെയ്യുക, പിന്നെ ഈ പെർഫെക്ഷനിസം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടി വന്നുകൊണ്ട് തന്നെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഒരു റൈറ്റ് പേഴ്സണെ ചൂസ് ചെയ്യണം എന്നുള്ള സമയത്ത് ആരെ ചൂസ് ചെയ്യണം, എങ്ങനെ ചൂസ് ചെയ്യണം, ഇനിയിപ്പോൾ അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, ബാക്കിയുള്ളവരെ എങ്ങനെ ബാധിക്കും, അങ്ങനെ ഒരു നൂറുകൂട്ടം ചിന്തകളും കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ആ ഒരു വിഷയത്തിൽ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മളും ആ ഒരു വിഷയത്തെക്കുറിച്ച് കുറേ നേരം സംസാരിച്ചിട്ടുണ്ടായത്. ഒരു 1-2 അവറോളം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു കാര്യത്തിലാണെങ്കിലും കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റിയിലേക്ക് എത്താനോ ഈ ഒരു പ്രോഗ്രാമിന് ശേഷം പറ്റിയിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് എന്താണോ വേണ്ടതെന്നുള്ളത് കറക്റ്റ് മനസ്സിലായി, എന്താണ് കാര്യങ്ങൾ, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നീട് അങ്ങോട്ട് കുറച്ചധികം സ്പീഡിൽ, കുറച്ചധികം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വീട്ടുകാരെല്ലാവരും നമ്മൾ ആ ഒരു തീരുമാനത്തിലേക്ക് തന്നെ എത്തുന്നതും ഭയങ്കര ഒരു മിറാക്കിൾ രീതിയിൽ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് പിന്നീട് അങ്ങോട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഒരാളെ ഐ മീൻ can I tell that? Okay, your Yeah, marriage was like a love marriage, right? yeah. Yeah. So നല്ല ഇഷ്ടപ്പെട്ട ഒരാളെ സെലക്ട് ചെയ്യുന്നു, ഒരു കൺസേൺ ഉണ്ട്, ലൈക്ക് ഇതെങ്ങനെ വീട്ടിൽ അവതരിപ്പിക്കും, എന്താകും പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, ഇങ്ങനത്തെ ഒരു കൺസേൺസ് അല്ലെങ്കിൽ സംഗതികൾ മുൻപുണ്ടായിരുന്ന ആ ഒരു ബ്ലോക്സുകളെല്ലാം മാറുന്നു, പോയി പറയുന്നു, കാര്യങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലേ? പ്രോഗ്രാമിന് ശേഷം അതെ. പറയുന്നു, വിത്തിൻ ഫ്യൂ വീക്സിനുള്ളിൽ നിക്കാവും കാര്യങ്ങളും നടക്കുന്നു. ദാറ്റ് വാസ് എ വണ്ടർ. എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. അദ്ദേഹം ഇവിടെ പറയുന്ന പല മിറാക്കിൾസുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മിറാക്കിൾ ആണെന്ന് വെച്ചാൽ ഒന്ന് ആ ഒരു അക്സെപ്റ്റൻസും കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് വർക്കൗട്ട് ആവുന്നു. സോ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് പ്രശ്നങ്ങളൊന്നും, ഐ മീൻ ആ ഒരു ചലഞ്ചസ് ഒന്നും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോയി. ഇതാണ് ഒരു, അങ്ങനെയല്ലേ പറഞ്ഞത്? യെസ്.
അതെ അതെ. ആ ഒരു സമയത്താണെങ്കിൽ വീട്ടിൽ അവതരിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും മീൻസ് വീട്ടുകാരുടെ ഇടയിലും അതിൽ നിന്ന് വ്യത്യസ്ത രീതിയിലുള്ള അഭിപ്രായങ്ങളും വേണോ വേണ്ടേ ശരിയാവില്ല അങ്ങനെ കുറെ കാര്യങ്ങളിലൂടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിന് അതിനു ശേഷം മുൻപ് പോലെ സം മിറാക്കിൾ ഹാപ്പൻസ്. ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം. ആ, കാര്യങ്ങൾ പറയുന്നു, സ്പോട്ടിൽ അക്സെപ്റ്റൻസ്, പിന്നെ ബാക്കി ചടപട ചടപട കാര്യങ്ങളെല്ലാം കാര്യങ്ങൾ നടക്കുന്നത്. ആയിട്ട് അങ്ങനെ നടന്നു. അതായത് ആ ബ്ലോക്ക് എല്ലാം റിമൂവ് ആയി. അതെ അതെ അതെ. ആദ്യം കോഴ്സ് ചെയ്യുന്നതിന് മുൻപുണ്ടായിരുന്ന ഒരു ചെറിയ അവരുടെ ചില കൺസേൺസ് അല്ലെങ്കിൽ ചില ബ്ലോക്സുകൾ ഉണ്ടായിരുന്നത് കോഴ്സ് ചെയ്തതോടുകൂടി നമ്മൾ അവതരിപ്പിക്കുന്നു, അതിൽ യാതൊരു പ്രശ്നമില്ല. അതായത് ആ വ്യക്തികൾ തന്നെ മാറി എന്നുള്ളൊരു ഫീലിംഗ് പോലെ, അല്ലെങ്കിൽ അവർക്ക് എന്തോ ഉം. ഷിഫ്റ്റ് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് ഫീൽ, അതായത് നമ്മുടെ എനർജി ഷിഫ്റ്റ് ആകുമ്പോൾ അവർ ഷിഫ്റ്റ് ആവുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ ഫീൽ ചെയ്തോ? ഫീൽ ചെയ്തോ? അതെ അതെ അതെ. അത് ഭയങ്കരമായ അങ്ങനെ ഒരു മാറ്റം എനിക്ക് തോന്നുന്നു. നമ്മള് ഞാൻ പറഞ്ഞ പോലെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ഞാൻ ആ രീതിയിൽ ഉണ്ടെത്തും കുറെ കാര്യങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ എഫ് ടിയിലൂടെ ഒക്കെ മറ്റുള്ള ആളുകളോടുള്ള നമ്മുടെ അപ്രോച്ചിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഓൾറെഡി ഇയാൾ നമ്മളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ അയാളോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ ഓരോ വാക്കും സംസാരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എടുത്ത് ഫുള്ളായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് പിന്നീട് അയാളോട് സംസാരിക്കുമ്പോൾ പോലും ഭയങ്കര സ്നേഹത്തോടു കൂടെ മുമ്പുണ്ടായിരുന്ന ഒരുപാട് നമ്മളെ മൈൻഡിലുള്ള കുറേ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ഭയങ്കര മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ ഒരു മൊത്തം എനർജിയിലാണെങ്കിലും തോട്ട്സിലാണെങ്കിലും വലിയ മാറ്റങ്ങൾ അതിലൂടെ വരുന്നുണ്ട്. വെരി ഗുഡ്. സോ ഹൗ മച്ച് ചേഞ്ചസ് ഇൻ യുവർ ലൈഫ്, നിങ്ങൾ ഒരു എത്ര പെർസെൻറ്റേജ് ചേഞ്ച് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവാം ആഫ്റ്റർ യുഫ്റ്റി? എത്ര കൈൻഡ് ഓഫ് ചേഞ്ചിന്റെ നിങ്ങൾ കാര്യത്തിൽ ഡെഫിനറ്റ്ലി എന്താ പറയാ, ദർ ഇസ് എ പേഴ്സൺ യു ആൻഡ് ദർ വിൽ ബി ചേഞ്ചസ് ഹാപ്പൻ ടു യു. ആ ഒരു അത് അന്നുണ്ടായിരുന്ന ഒരു ആളിൽ നിന്ന് എത്ര കണ്ട് ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ടാവാം? ഇതിൽ ഈ ഒരു മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, മനസ്സമാധാനത്തിൽ ഇതിലൊക്കെ വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെ ഉണ്ട്. ഒരു 80-70 അല്ലെങ്കിൽ ഒരു 90% വലിയൊരു ചേഞ്ച് തന്നെ ഉണ്ട്. ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ തന്നെ ഭയങ്കര രീതിയിൽ സ്ട്രെസ്സിലേക്കൊക്കെ പോയിട്ട് ഓക്കെ പ്രശ്നമാണ് എന്നുള്ള രീതിയിലൊക്കെ നിന്നിരുന്ന ഒരു സമയത്താണ്, ഇത് എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളത് അറിയാത്തൊരു സമയത്താണ്. അപ്പോൾ ഞാനൊരു സൈക്കാട്രിസ്റ്റിനൊക്കെ പോയി കണ്ടൊന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചിരുന്ന സമയത്താണ് കൃത്യമായിട്ട് റൈറ്റ് ടൈമിൽ, ഞാൻ എപ്പോഴും അത് ആ, പലരോടും പറയുന്നതാണ്, റൈറ്റ് ടൈമിലാണ് നമുക്ക് കിട്ടേണ്ട സാധനം കൃത്യമായിട്ട് കിട്ടിയത്. അപ്പം അതുകൊണ്ടുള്ള ഒരു വലിയ മാറ്റം തീർച്ചയായിട്ടും ലൈഫിലുണ്ട്. കൃത്യമായിട്ട് എന്തൊരു വിഷയം വന്നു കഴിഞ്ഞാലും പറഞ്ഞ പോലെ ഏതൊരു വിഷയമാണെങ്കിലും നമുക്കതിനെ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്തിട്ട് അടിപൊളിയായിട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ ഒരു കോൺഫിഡൻസ് കിട്ടുന്ന രീതിയിലേക്ക്, ഒരു പവർഫുൾ ടൂൾ നമ്മുടെ കയ്യിലുണ്ടെന്നുള്ള രീതിയിലേക്ക് മൊത്തത്തിലൊരു വലിയ ചേഞ്ച് തന്നെ സംഭവിച്ചു. ഓക്കെ. സോ നിലവിൽ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ഇതേപോലെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഇൻഫ്ലുവൻസേഴ്സ്, യൂട്യൂബേഴ്സ്, ഒരുപാട് അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ എഫ്റ്റിലൊക്കെ പറയുന്ന പോലെ ഒരുപാട് എനർജി ട്രാൻസ്ഫർ നടക്കും. കാരണം ഒരുപാട് ആൾക്കാരായിട്ട് ഇവർ എന്ത് ചെയ്യും, ഇന്ററാക്ട് ചെയ്യുന്നു. സോ ഇത് ഒരു യൂട്യൂബ് സ്പേസിലുള്ള നിങ്ങളെപ്പോലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ ഇത്തരത്തിൽ ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? ഡു യു റെക്കമെൻഡ് ദിസ്? യാ, അവർ തീർച്ചയായിട്ടും. അവരും സിമിലർലി ഇത്തരത്തിലുള്ള സ്ട്രെസ്സുകളിലൂടെ കടന്നു പോകാൻ സാധ്യത ഉണ്ടാവുമല്ലോ. ഡു യു തിങ്ക് സോ? അതിൽ ഞാൻ മനസ്സിലാക്കിയത് ഈ ക്രിയേറ്റീവ് പീപ്പിളിന് പലപ്പോഴും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളിലേക്ക് എത്താറുണ്ട്. അതിൽ എൻ്റെ ഈ കാര്യം കൂടെ, ഈ പെർഫെക്ഷനിസം കൂടെ വന്നു കഴിഞ്ഞാൽ സ്ട്രെസ് എന്ന് പറയുന്നത് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് പോകും. അത് പിന്നെ ഈ കൂടി കൂടി കൂടിയിട്ട് പാനിക് അറ്റാക്ക് ലെവലിലേക്കും കുറെ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പം ഞാൻ പലരോടും സംസാരിക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ വേറൊന്നായിട്ട് എല്ലാവർക്കും ഇങ്ങനത്തെ ഓരോ വിഷയങ്ങളുണ്ട്. അപ്പം ഞാനീ പറഞ്ഞ രീതിയിൽ സ്ട്രഗിൾ ചെയ്യപ്പെടുന്ന ആളുകളെ കാണുമ്പോൾ, നമ്മളെ ക്ലോസ് ആയിട്ടുള്ള ആളുകളെ കാണുമ്പോൾ അവരോടൊക്കെ ഞാൻ ഈ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പം ചില ആളുകൾക്ക് ഞാൻ നമ്മുടെ ബേസിക്സ് ഉള്ള ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പം അവർക്കൊക്കെ ഭയങ്കര ഒരു അത്ഭുതം വരാറുണ്ട്. ഈ പറഞ്ഞ പോലെ സംഭവം ഇറ്റ് വർക്ക്സ്. എങ്ങനെയാണ് എന്താണെന്നുള്ളതൊന്നും അറിയില്ല, പക്ഷെ അവർക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. അപ്പം എല്ലാവരോടും ഞാൻ ഈ കാര്യം കൃത്യമായിട്ട് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ആൻഡ് എസ്പെഷ്യലി നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളോട്, ഈ എഫ് ടി അഡ്വാൻസ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ആളുകളോട് തീർച്ചയായിട്ടും അഡ്വാൻസിന് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അത് ഒരു വലിയൊരു മാറ്റം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്ന രീതിയിലേക്ക് മാറും. അതായത് ആ, കൃത്യമായിട്ട് അത് വർത്താണ്. ഒരിക്കലും നിങ്ങൾക്ക് അതിൽ വേറെ കാര്യങ്ങളൊന്നും തോന്നില്ല. നിങ്ങളുടെ ലൈഫിനെ തന്നെ ചേഞ്ച് ചെയ്യുന്ന രീതിയിലേക്ക് തീർച്ചയായിട്ടും അത് മാറി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് കൃത്യമായിട്ട് കാണാനും സാധിക്കും. Alright. And then after that 3 days session, ആ 3 days സെഷനിൽ പലരും അവിടെ പങ്കെടുത്തുള്ള പല ആൾക്കാരും പറയാറുണ്ട്, ഓക്കെ അവിടെ വന്ന് തന്നെ അത് അനുഭവിക്കണം. ഓക്കെ, അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് പലർക്കും പറയാൻ കഴിയാറില്ല. ആക്ച്വലി വാട്ട് ഹാപ്പൻസ് ഇൻ യുവർ ഒപ്പീനിയൻ? വാട്ട് ആക്ച്വലി ഹാപ്പൻസ്?
വാട്ട് ഐ ഡു ആൻഡ് ദ ടീം ഡു. നമ്മളും നമ്മുടെ ടീം അവിടെ എന്താ ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്, വാട്ട് ആക്ച്വലി ഹാപ്പൻസ് ദർ. ആ, അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പം ആ എക്സ്പീരിയൻസിൽ നിന്ന് ആ 3 ദിവസത്തിന് കിട്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ആ ഒരു ജേണി ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഓൺലൈനിൽ എത്രത്തോളം കിട്ടും എന്നുള്ളത് സംശയമാണ്. അത് നമ്മൾ ആ ഒരു ഒരുമിച്ച് ഇരുന്ന് നമ്മൾ ആ ഒരു കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോൾ ആ ഒരു ഗ്രൂപ്പിന്റെ ആ ഒരു എനർജിയും എല്ലാം കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മാജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് ഒക്കെ സംഭവിക്കുന്നത്. ആ ആ ഒരു ജേണി, ആ ഒരു 3 ദിവസത്തെ ജേണി ഭയങ്കര അടിപൊളിയാണ്. എസ്പെഷ്യലി ഓരോരോരോ സ്റ്റെപ്പ് വെച്ച് നമ്മൾ ആ ഒരു ഫൈനൽ ഡേയിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ വലിയ മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഫീൽ ചെയ്യും. ഒരു ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു റിയലൈസേഷൻ അല്ലെങ്കിൽ ഒരു മാജിക്കൽ ഒരു എൻലൈറ്റ്മെന്റ് മൊമെന്റിലേക്കൊക്കെ നമ്മൾ എത്തുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു മൊത്തം പ്രോഗ്രാംസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് കൃത്യമായിട്ട് അത് ആ ഒരു 3 ദിവസം ഓഫ്ലൈൻ ആയിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയാണ് അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് പറയുന്നുണ്ടാവണം. എങ്ങനെ 40 ഡേയ്സ് സപ്പോർട്ട് ഉണ്ടായിരുന്നു അല്ലേ? അത് Yeah. എങ്ങനെയുണ്ട് നമ്മളുടെ ടീമിന്റെ സപ്പോർട്ട്? ആചര മാം, ഹൗ ഷീ ഈസ് സപ്പോർട്ടിങ്, ലൈക്ക് ദ ടീം സപ്പോർട്ട്? ഓ, അടിപൊളിയാണ്. അപ്പം ഈ പറഞ്ഞ രീതിയിൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള വ്യത്യസ്ത പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ എങ്ങനെ കൃത്യമായിട്ട് എടുത്ത് ഡീൽ ചെയ്യാന്നുള്ള കാര്യത്തിലൊക്കെ നമ്മുടെ ഒരു സപ്പോർട്ട് അടിപൊളിയായിരുന്നു. ആതിര മാമൊക്കെ ഒരുപാടധികം കാര്യങ്ങൾ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു മൊത്തത്തിലൊന്ന് ബിസിയുള്ള ലൈഫിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. ആ ഒരു സമയത്തും കൃത്യമായിട്ട് എങ്ങനെ ഈ കാര്യങ്ങൾ കൊണ്ടുപോകാം, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം, ഇനിയിപ്പോൾ ഒരു വിഷയം വരുന്ന സമയത്ത് അതിനെ എങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൃത്യമായിട്ട് സൊല്യൂഷനിലേക്ക് എത്തിക്കാം, നമ്മുടെ മൈൻഡിനെ എങ്ങനെയായിട്ട് ഈ തിരക്കുകൾക്കിടയിലും കാമായിട്ട് കൊണ്ടുപോകാം, അങ്ങനെ ഒരുപാടധികം കാര്യങ്ങൾ നമ്മുടെ ആ ഒരു ആഫ്റ്റർ 40 ഡേയ്സിൻ്റെ ആ ഒരു സപ്പോർട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി അതിൽ നമുക്ക് ഒരുപാടധികം കാര്യങ്ങൾ എന്നെ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുമുണ്ട്. അടിപൊളിയാണ് മൊത്തത്തിൽ പ്രോഗ്രാംസ്. താങ്ക് യു. നെക്സ്റ്റ് ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ, സോ നമ്മളുടെ ഈ ഒരു നിങ്ങളിപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ഒരു അവിടെ നടക്കുന്ന എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ വൂമ്പ് തെറാപ്പി ചെയ്തു. വൂമ്പ് തെറാപ്പി ചെയ്ത സമയത്ത് അഫ്ലു ആർ സ്മൈലിങ്. ഒരു ഘട്ടത്തിന് ശേഷം ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്മൈൽ ചെയ്ത് ഭയങ്കരമായിട്ടുള്ള ചെയ്ത്. അപ്പം ഈ വൂമ്പ് തെറാപ്പി തന്നെയാണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഓർ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആണോ? അന്നത്തെ ആ ഒരു എക്സ്പീരിയൻസിനെ പറ്റി പറയാൻ പറ്റുമോ? വാട്ട് ഡിഡ് യു എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസിൽ എനിക്ക് ഏറ്റവും ഭയങ്കര ഹാപ്പിനെസ്, ഭയങ്കര ഒരു കണക്റ്റഡ്, ഭയങ്കര ഒരു ഫീൽ ലെവലിലേക്ക് കിട്ടിയ ഒരു സംഭവം നമ്മുടെ മെൽറ്റിംഗ് ടു വൺനെസ് ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു. അതിൽ ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഒരു മൊമെന്റ് തോന്നിയിട്ടുള്ളത് നമ്മുടെ ടൈം ട്രാവൽ തെറാപ്പിയാണ്. ഓരോന്നും ഓരോ രീതിയിലാണ് കാര്യങ്ങളുള്ളത്. ഒരു ഭയങ്കര ഒരു അത്ഭുതം തോന്നിയിട്ടുള്ള കാര്യം വോം തെറാപ്പിയാണ്. നമ്മൾ ആ ഒരു വോമ്പിലുള്ള ആ ഒരു കാലഘട്ടങ്ങളിലൂടെ കൃത്യമായിട്ട് കടന്നു പോയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിൽ. ഇപ്പം അതിൽ തന്നെ പലതും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ പാരൻസ് ആണെങ്കിൽ കടന്നു പോയിട്ടുണ്ടായിരുന്ന ആ മൊമെന്റ്സ് അതിലൂടെയൊക്കെ നമ്മളങ്ങനെ കടന്നു പോകുന്ന രീതിയിലേക്ക്, അപ്പോൾ അവരുടെ ആ ഒരു സന്തോഷം ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പല കാര്യങ്ങളും ഇതിൽ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കെന്തോ കുറച്ചധികം ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ എല്ലാം ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു 3 ഡേ സെഷനിൽ. ഓക്കെ, ടൈം ട്രാവൽ തെറാപ്പി ഇപ്പോൾ ചെയ്യാറുണ്ടോ നല്ല കറന്റ്ലി? ഇപ്പോഴും അത് ചെയ്യാറുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇപ്പം ഞാൻ ഇരുന്ന് ബാക്കിലോട്ട് ചിന്തിക്കും എന്തായിരിക്കാം ഇതിൻ്റെ റൂട്ട് കോസ്, എന്നിട്ട് അങ്ങനെ കാര്യങ്ങൾ എടുത്തിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ റീഇംപ്രിന്റ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യാറുണ്ട്. അത് ഭയങ്കര മാറ്റമുണ്ട്. ഇപ്പം ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി, അപ്പം ഞാനത് കൃത്യമായിട്ട് അതിനെടുത്ത് അതിനെ നമ്മൾ റീഇംപ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ചേഞ്ച് ആവുന്നുണ്ട്. അങ്ങനെ സോ അത് ഇറ്റ്സ് എ ടൂൾ ഫോർ ലൈഫ് ടൈം. അടിപൊളിയായിട്ട് അത് ഞാൻ പറഞ്ഞത് ഭയങ്കര ഒരു കോൺഫിഡൻസ് ലൈഫിൽ കിട്ടുന്ന രീതിയിലേക്ക് മാറി എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഒരു ചാൻസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നടത്തിയ സമയത്ത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, നെക്സ്റ്റ് മന്ത് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇനിയും ഫ്യൂച്ചറിൽ പ്രോഗ്രാംസ് വരുന്നുണ്ട്. വെൻ ഡു യു വുഡ് യു ലൈക്ക് ടു തിങ്ക്, ആർ യു തിങ്കിങ് അബൌട്ട് റിപ്പീറ്റിംഗ് ഇറ്റ് ആ എപ്പോഴെങ്കിലും? നമ്മളതൊരു റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തും ഈ പറഞ്ഞ പോലെ പുതിയ കാര്യങ്ങൾ പഠിക്കാം, ആ ഒരു ഗ്രൂപ്പിന്റെ കൂടെ ഇരുന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ആ ഒരു എനർജിയിൽ ഉണ്ടാകുന്ന നമ്മളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റവും വലുതായിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട്. സോ തീർച്ചയായിട്ടും വരുന്ന ഒരു അഡ്വാൻസ് സെഷനിൽ ഞാൻ എന്തായാലും പങ്കെടുക്കണം എന്നുള്ള രീതിയിലും വിചാരിക്കുന്നുണ്ട്. What about your, like, wife? You should bring her.
ഓൾറെഡി ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ യു ആർ അഡിക്റ്റഡ് ടു EFT രീതിയിലുള്ള കുറെ കാര്യങ്ങൾ അവിടെ നിന്നാണ് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. ഇപ്പം ആൾക്ക് ഞാൻ ബേസിക് ലെവലിലുള്ള കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ 2 ദിവസം മുമ്പ് പറഞ്ഞ പോലെ ഇങ്ങനെ സംഗതി വർക്കിംഗ് ആണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ യാ ആൾ തീർച്ചയായിട്ടും എന്തായാലും ഇതിലേക്ക് വരാൻ സാധ്യതകളും കാണുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇൻട്രസ്റ്റഡ് ആണ് അത്യാവശ്യം. അത് ഈ പറഞ്ഞ പോലെ എത്രത്തോളം അതെ, യാ പറഞ്ഞോളൂ. വർക്കിംഗ് ആണ്. നമ്മളിപ്പോ പുറത്തുനിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോ ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുന്ന ഒരാൾക്ക് ഇവൻ എന്താ ചെയ്യുന്നത്, എന്താണ് ഇത് നടക്കുമെന്നൊക്കെ തോന്നും. പക്ഷെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കാര്യങ്ങൾ പഠിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടത് വർക്കിംഗ് ആണ്. ഒരുപാട് മാറ്റങ്ങൾ അതിലൂടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്നുള്ളൊരു അഭിപ്രായം പലർക്കും. What is your thought about that? Like, അവിടെ വന്ന 3 days അതിലാണ് ഞാൻ ആ പറഞ്ഞ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എന്തുകൊണ്ട് വർത്താണ് എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അത് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാം കഴിയുന്ന സമയത്ത് നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. ഇപ്പം എന്താ പറയുക, ഒരു ലൈഫ് ടൈം നമുക്ക് അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ലൈഫിനെ മൊത്തത്തിൽ നേരെ തിരിച്ചിടുന്ന രീതിയിലൊക്കെയാണ് മൊത്തത്തിൽ ഈ ഒരു പ്രോഗ്രാം നമ്മളിലേക്ക് വരുന്നത്. സോ നമ്മൾ ആ ഒരു ആ, വലിയ രീതിയിൽ എക്സ്പെൻസീവ് എന്നുള്ള രീതിയിലൊന്നുമല്ല, എങ്കിൽ കൂടെയും നമുക്കത് വർത്താണ്. എങ്ങനെയൊക്കെ രീതി നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താ പറയുക, വലിയ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ലൈഫിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ ഒരിക്കലും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ അതിലൊക്കെ ഈ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു എക്സാമ്പിൾ കൂടിയാണ് ഞാനടക്കം നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള EFT അഡ്വാൻസ് ചെയ്തിട്ടുള്ള ഒരുപാടധികം ആളുകൾ. തീർച്ചയായിട്ടും എല്ലാവരോടും ചോദിക്കുമ്പോഴും അവരുടെ ലൈഫിലൊക്കെ ഇതുപോലെ തന്നെ വലിയ വലിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ കേൾക്കുന്നുണ്ട്. ഓൾറൈറ്റ്. സോ അഫ്ലു, നിലവിൽ അഫ്ലുവിൻ്റെ ഈ പറഞ്ഞൊരു എക്സ്പീരിയൻസ് പറയുമ്പോൾ തന്നെ ഞാൻ ഓർക്കുകയാണ്. അഫ്ലുവിനോട് പറയൂ, അഫ്ലു ഈ പ്രോഗ്രാമിന് ഇത്രയാണ്, എങ്കിൽ ഇത്ര ദിവസത്തെ കമ്മിറ്റ്മെൻറ്റ് വേണം, അതിന് ഇത്ര എഫേർട്ട് ഇടണം, അതേപോലെ തന്നെ ഓക്കെ ഇതിന് ഇത്രയും പേയ്മെൻറ്റ് വരുന്നുണ്ട്. ഞാൻ പറയുന്ന സമയത്ത് എൻ്റെ ഓക്കെ, ആർ യു ഓക്കെ ടു ഡു ദാറ്റ് ബിക്കോസ് യു ആർ എ ബിസിനസ് മാൻ ആൻഡ് സം ബിസിനസ് പീപ്പിൾ തിങ്ക് ലൈക്ക് ഓക്കെ ടോട്ടലി ഡിഫറെൻ്റ്. പക്ഷെ നിങ്ങൾ ഒറ്റയടിക്ക് പറഞ്ഞു ഓക്കെ നമുക്കത് ചെയ്യാം, സിംപ്ലി ഒറ്റയടിക്ക് തന്നെ പറഞ്ഞു നമുക്കത് ചെയ്യാം. അപ്പം ഞാനതെന്ന് വെച്ചാൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് അപ്രീഷിയേറ്റ് ചെയ്യണം. ദാറ്റ് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകുമ്പോൾ, അപ്പോൾ അതുകൊണ്ട് തന്നെ റൈറ്റ് ടൈമിൽ റൈറ്റ് ടൂൾസ് കിട്ടുന്നു, റൈറ്റ് ഹീലിംഗ് നടക്കുന്നു, നല്ല രീതിയിലേക്ക് ഷിഫ്റ്റ് നടക്കുന്നു. സോ ഇനി അടുത്തത്, വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻ? വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻസ്? EFTക്ക് ശേഷമുള്ളതിന് ബേസ് ചെയ്തിട്ട് ഇനി മുന്നോട്ട് പോകാൻ എന്തെല്ലാം പുതിയ പ്ലാൻസുകളാണ്? കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അടുത്തൊരു 10-15 വർഷത്തേക്ക് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പോലും കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മളൊന്ന് ചിന്തിച്ച് കാര്യങ്ങളൊക്കെ റൈറ്റ് ചെയ്ത് ഒരു വിഷനും മിഷനും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ബിസിനസ്സിലാണെങ്കിലും ബാക്കിയുള്ള നമ്മുടെ കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഓരോരോ സ്റ്റെപ്സ് എടുത്ത് വെച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പ്ലാൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല രീതിയിൽ. ഓക്കെ. ആൻഡ് നിങ്ങളുടെ പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ടപ്പ് ഒരു എഡ്ടെക് കമ്പനി ഉണ്ടല്ലോ അല്ലേ? സോ എഡ്ടെക് കമ്പനി, ആർ യു പ്ലാനിങ് ടു എക്സ്പാൻഡ് ഓർ ലൈക്ക് വലിയൊരു ലെവലിലേക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ടോ? തീർച്ചയായിട്ടും. അപ്പം അതിലിപ്പോൾ ഒരു ഹാപ്പി ന്യൂസ് പറയാനാണെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അണ്ടറിലേക്ക് കൊച്ചിയിലെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ബിൽഡിങ്ങിലേക്കൊക്കെ നമ്മുടെ ഓഫീസിനെ കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ ഞാൻ മുമ്പേ ഭയങ്കരമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ടപ്പ് മിഷനിലൊക്കെ പോയി പലരെയൊക്കെ കാണാൻ ശ്രമിച്ചു. പക്ഷെ നടപടി ആവാതെ പോയൊരു കാര്യമാണ്. പിന്നീടാണ് നമ്മൾ വേറൊരു കോവർക്കിംഗ് സ്പേസിലേക്ക് എറണാകുളത്തേക്ക് നമ്മൾ ഓഫീസ് മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഇന്നലെ ഞാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആയിട്ടുള്ള എഗ്രിമെന്റ്സിലൊക്കെ സൈൻ ചെയ്തു. നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അണ്ടറിലേക്ക് അങ്ങനെ ഫൈനലി വന്നിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ കൃത്യമായിട്ട് നോക്കി പറയാനാണെങ്കിൽ ഇതിന് ശേഷം സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ കുറേ കാര്യങ്ങൾ ഇതുപോലെ സംഭവിക്കുന്നുണ്ട്. ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു നല്ലൊരു കോണ്ടാക്റ്റ് അതിനുശേഷം സ്റ്റാർട്ടപ്പ് മിഷനായിട്ട് കിട്ടി. അതിൽ അവരോട് സംസാരിച്ചു, നമ്മൾ അവരായിട്ട് പിച്ച് ചെയ്തു, കാര്യങ്ങളൊക്കെ അവരും ഓക്കെ ആയി. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അണ്ടറിലേക്ക് വന്നിട്ടുള്ളത്. അവിടെയും നമ്മളൊരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിലേക്ക് ഒരു റാപ്പിഡ് ഗ്രോത്തിലേക്ക് വേണ്ട പല പല കാര്യങ്ങൾ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം അടിപൊളിയായിട്ട് തന്നെ നടക്കും എന്നുള്ള രീതിയിൽ പ്രതീക്ഷിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് ഓവറോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ വലിയ രീതിയിലുള്ള ഷിഫ്റ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, EFTക്ക് ശേഷം എല്ലാവരോടും പറയാനുള്ളത് നെക്സ്റ്റ് ബാച്ച് വരാൻ പോവാണ്, ചെറിയൊരു അപ്ഡേറ്റ്സ് തരികയാണ്.
നമ്മുടെ നെക്സ്റ്റ് ബാച്ച് വരുന്നത് അടുത്ത മാസം, അതായത് സെപ്റ്റംബറിൽ. സെപ്റ്റംബറിൽ ഐ തിങ്ക് വിച്ച് ഡേറ്റ് ഇസ് ടീം മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടോ? 20 ഐ തിങ്ക്, റൈറ്റ്? 20, 21, 20, 21, 22 ഇത്രയും ഡേറ്റ്സിൽ ആണ് പ്രോഗ്രാം നടക്കുന്നത്. സെപ്റ്റംബറിലാണ്. 1 മന്ത് ടൈം ഉണ്ട്. ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. ആർക്കെങ്കിലും രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 2 ഡേയ്സിലേക്ക് നല്ല ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ EFT ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മളുടെ അതേപോലെ ഓൾറെഡി ബേസിക് ചെയ്തിട്ടുള്ള ആൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർ എനർജി വീണ്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റീകണക്ട് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം വരുന്നുണ്ട്. ആ പ്രോഗ്രാം വെറും നമ്മളതിലൊരു 10 പേർക്ക്, ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്ക് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ അനൗൺസ് ചെയ്താണ്. 1499 രൂപയുള്ളൂ. അതിൻ്റെ എക്സാക്ട് പ്രൈസ് 4999 രൂപയാണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് വരാം. ആദ്യത്തെ 10 പേർക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് 1799 രൂപ എന്ന് പറയുന്ന ഒരു ഓഫറും കൂടെ ഉണ്ട്. പക്ഷേ ഗ്രാബ് ദിസ് ഓഫർ റൈറ്റ് നൗ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ ഇതിനിടയിൽ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇനി ഓഡിയൻസിന് ചോദിക്കാം എനി ക്വസ്റ്റ്യൻസ്. അഫ്ലു ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഗസ്റ്റിനെ കിട്ടുമ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ബിക്കോസ് പല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ലേണിങ്സ് നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എനി ക്വസ്റ്റ്യൻസ്? ആർക്കെങ്കിലും ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? ബിക്കോസ് ഇറ്റ് വിൽ ബി ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എനിത്തിങ്. ഓക്കെ. കാരണം പല ആൾക്കാരും പല സംഗതികളും ചെയ്യുന്നുണ്ടോ? എനിവൺ? എനി ക്വസ്റ്റ്യൻസ്? This is your chance, or I will ask final question and then wind up. Okay. All right. താങ്ക് യു. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ വേണമെങ്കിൽ ചോദിക്കട്ടോ. ഇവിടെ ടെക്സ്റ്റിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു ചോദ്യം ചോദിച്ചു. ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എനിക്ക് ഫൈനലായിട്ട് ചോദിക്കാനുള്ളത് അഫ്ലു, നമ്മളുടെ ലൈഫിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ചലഞ്ചസും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു സംഗതിയിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പിരിച്വൽ ഹീലിംഗ് അല്ലെങ്കിൽ സ്പിരിച്വലി ഇതിനെ കണക്ട് ചെയ്യാനും, എന്നിട്ട് നമ്മൾ ഇത്തരത്തിലൊരു ഷിഫ്റ്റിലൂടെ നമ്മൾ യാത്ര ചെയ്ത് പോവുകയും എന്നിട്ട് നമ്മുടെ ലൈഫിൽ വലിയ ഷിഫ്റ്റ് സംഭവിക്കുകയും ചെയ്യുമ്പോൾ, എസ്പെഷ്യലി നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഇത്തരത്തിലുള്ള അതേ ജേണിയിലേക്ക് വന്നാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്? വാട്ട് ഈസ് യുവർ തോട്ട്സ് ഓൺ ദാറ്റ്? തീർച്ചയായിട്ടും നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം നമ്മുടെ സറൗണ്ടിങ്സിൽ നോക്കുമ്പോൾ പലരും പല പല കാര്യങ്ങൾ കൊണ്ട് സ്ട്രഗിൾ ചെയ്യുക എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഒക്കെ തീർച്ചയായിട്ടും അവരും വരണം എന്നുള്ള രീതിയിൽ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ബാക്കി ആളുകളാണെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാലും മൊത്തത്തിലുള്ള ആ ഒരു കണക്ഷൻ ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളും എപ്പോഴും അടിപൊളിയാകും എന്നുള്ള രീതിയിൽ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി സ്പിരിച്വൽ ലെവലിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ചധികം കണക്റ്റഡ് ആകാനും കുറേ ഗ്രാറ്റിറ്റ്യൂഡ് ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനും അതിലൂടെ കുറേ കാര്യങ്ങൾ നേടിയെടുക്കാനും ഒക്കെ തീർച്ചയായിട്ടും അതുകൊണ്ടൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞതുപോലെ നമ്മളൊരിക്കലും ഈ ജീവിതത്തിൽ ഒരുപാടധികം സ്ട്രഗിൾസുമായിട്ട് ബുദ്ധിമുട്ട് ജീവിക്കേണ്ട യാതൊരുവിധ ആവശ്യങ്ങളുമില്ല. ഇതിനൊക്കെയുള്ള സൊല്യൂഷൻസ് ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിൽ അത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്, മനസ്സിലാക്കുക, അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക, ലൈഫ് കുറച്ചുകൂടെ സിമ്പിളായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതൊക്കെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതും ചെയ്യാൻ നമുക്ക് കഴിയുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. ഓക്കെ. ഇനി ഫൈനൽ ചോദ്യം ചോദിക്കാം. വാട്ട് യു ടീച്ച്? നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അക്കാഡമി ഉണ്ടെന്ന് പറഞ്ഞു. അക്കാഡമിയിൽ നിങ്ങൾ എന്താ പഠിപ്പിക്കുന്നത്? അവിടെ ഉള്ള ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റുന്ന സംഗതികളുണ്ടോ അവിടെ? നമ്മൾ ഡിഫറെൻറ്റ് സ്കിൽ ലേണിംഗ് കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിലേക്ക് കുറേയധികം കോഴ്സുകൾ വരുന്നുണ്ട്. നിലവിലിപ്പോൾ നമ്മുടെ അക്കാദമിയിലുള്ള ഒരു കോഴ്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കോഴ്സാണ്. അപ്പം ഏതൊരാൾക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വ്യത്യസ്ത ടൂളുകളുടെ സഹായത്തോടുകൂടെ A to Z കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അവരവരുടെ ജോലികളിലും ആവശ്യങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കൃത്യമായിട്ട് മലയാളത്തിൽ തന്നെ മനസ്സിലാക്കി പോകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ AI കോഴ്സ്, AI മാസ്റ്റർ ക്ലാസ് എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. നമുക്കറിയാം ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വലിയ മാറ്റങ്ങളാണല്ലോ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കൃത്യമായിട്ടത് പഠിച്ച് മനസ്സിലാക്കി പോകേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം ആളുകൾ അവിടെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ആളുകൾക്ക് അവരുടെ ഏത് പ്രൊഫഷനിലുള്ള ആളുകളാണെങ്കിലും ഏതൊരു AI ടൂളും എങ്ങനെ ഈ ജോലികളിലും ആവശ്യങ്ങൾ ഉപയോഗിക്കാം എന്നൊക്കെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഒരു കോഴ്സ് വരുന്നത്. പിന്നെ യൂട്യൂബ് മാസ്റ്റർ ക്ലാസ് എന്നൊരു കോഴ്സ് ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു കോഴ്സ് ഉണ്ട്, അതുപോലെ ബേക്കിങ്ങിൻ്റെ ഒരു കോഴ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിലവിലുള്ളത്. പുതിയ പുതിയ കോഴ്സുകൾ ഏതായാലും വൈകാതെ വരുന്നതായിരിക്കും. അതിനുള്ള കുറേ പരിപാടികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും.
ഓക്കെ, ബേക്കിംഗ് ബേസ് ചെയ്തിട്ടുള്ള കോഴ്സുകളുണ്ട്. ബേക്കിംഗ്, അതായത് ബേക്കിംഗ് എന്ന് പറയുന്നത് ആ കോഴ്സ് എന്താ ഉദ്ദേശം? ഇവിടെ ഒരുപാട് ലേഡീസ് ഉണ്ട്, പലർക്കും വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു വരുമാന മാർഗത്തിനുള്ള വഴി ഒരുങ്ങാൻ സാധ്യതയുണ്ട്. അതെ ബേക്കിംഗ് നമ്മുടെ എങ്ങനെയാണത്, അതിന്റെ ആ കോഴ്സ് എങ്ങനെയാണ്, അതെങ്ങനെ ഇവരുടെ ലൈഫിൽ ഒരു ബിസിനസ് ലെവലിലേക്ക് മാറ്റാൻ പറ്റും? ഒരു പ്രൊഫഷണൽ ബേക്കർ ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ കുറേ കാലങ്ങളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷംസീറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെൻറ്ററാണ് ആ ഒരു മൊത്തം കോഴ്സ് എടുത്തിട്ടുള്ളത്. അതൊരു ബേക്കിങ്ങിൻ്റെ ഒരു ബേസിക് ലെവലിലുള്ള കോഴ്സാണ്. അപ്പോൾ അതിൽ നമ്മൾ ബേക്കിംഗ് ലെവലിലുള്ള A to Z കാര്യങ്ങൾ, ഇപ്പം ഒരു വീട്ടമ്മയായിട്ടുള്ള ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒഴിവ് സമയങ്ങളിലൊക്കെ കേക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ തന്നെയും കൃത്യമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ബേക്കിങ്ങിൻ്റെ ഒരു പ്രൊഫഷണൽ രീതിയിൽ എങ്ങനെ ചെയ്യാന്നുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനും എസ്പെഷ്യലി അതിനെ എങ്ങനെ ഒരു ബിസിനസ് ആക്കി കൺവേർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ പഠിക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ആ ഒരു കോഴ്സിനെ നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. വെരി ഗുഡ്. സോ കോൺടാക്ട് നമ്പർ ചോദിക്കുന്നുണ്ട്, പ്ലീസ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഉണ്ടോ? അത് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്പർ ഇടാം, ഓർ എനി ലിങ്ക്സ് ഓർ എനിത്തിങ് കൊടുക്കാം. ഡയറക്റ്റ് ഇപ്പം നമ്മുടെ വെബ്സൈറ്റിൽ നോക്കിയാലും മതിയാവും. എഡ്വ്യൂബ് എന്നാണ് നമ്മുടെ ഒന്ന് വെബ്സൈറ്റ്. ഒന്ന് കമന്റ് ചെയ്യാമോ? ക്യാൻ യു കമന്റ്? നിങ്ങൾ അഫ്ലു, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നെയിം എന്തായിരുന്നു? വേൾഡ് ബൈ അഫ്ലു എന്നാണ് നമ്മുടെ മെയിൻ ചാനലിന്റെ പേര് വരുന്നത്. അഫ്ലു എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്ലാറ്റ്ഫോമിലും കിട്ടുന്നതായിരിക്കും. ഞാൻ നമ്മളെ ടീമിന്റെ നമ്പർ കൂടെ ഇവിടെ ഷെയർ ചെയ്യാം. ആഡ് ചെയ്തു. ഓക്കെ, അപ്പോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എനി ക്വസ്റ്റ്യൻസ്? ഇവിടെ ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, EFT വരുന്നതിന് മുൻപ് എന്തായിരുന്നു പ്രശ്നങ്ങൾ? അത് നമ്മുടെ സെഷനിൽ ഹിബ, നമ്മൾ ഈ സെഷനിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഒരു 2-3 പ്രാവശ്യത്തെ ആ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് വി ആർ ഡിസ്കസിങ് ദാറ്റ്. സോ നിങ്ങൾ കുറച്ച് ഡേറ്റ് ആയിട്ടാണ് വന്നതെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അഡ്രസ് ചെയ്യുക. മെയിൻലി നന്നായിട്ട് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്ഷനിസം അല്ലെങ്കിൽ ആ ലെവലിൽ വർക്ക് ചെയ്ത് വർക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സിനെ കുറിച്ചാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻഡെപ്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ റെക്കോർഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുക. എനിവേ, നെക്സ്റ്റ് AI കുട്ടികൾക്ക് കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. EFT ചെയ്ത ആളിൽ നിന്നും പഠിക്കുമ്പോൾ തീർച്ചയായും അത് വർത്താവും. നമ്പർ പ്ലീസ്. വെരി ഗുഡ്, യു ആർ ഗെറ്റിംഗ് കസ്റ്റമേഴ്സ് മാൻ ഹിയർ. ഓക്കെ, ഓട്ടോകാഡ് മൈക്രോ സ്റ്റേഷൻ ഡിസൈനിങ് മേഖലയിൽ AI കൊണ്ട് എന്താണ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഓട്ടോകാഡ് ആൻഡ് മൈക്രോ സ്റ്റേഷൻ ഡിസൈനിങ് അവർക്ക് ചോദിക്കാനുണ്ട്. എന്തെങ്കിലും ഉണ്ടോ? ആൻസർ ഉണ്ടോ? ബേസിക്കലി ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ്. ഓട്ടോകാഡ് ഞാൻ കുറെ കാലം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം ഈ ഒരു മേഖലയിലും ഒരുപാടധികം മാറ്റങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എസ്പെഷ്യലി ഇപ്പോൾ ഞാൻ റീസെന്റ് കണ്ടിട്ടുള്ള ചില കാര്യങ്ങൾ, ആർക്കിടെക്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ പഴയ രീതിയിൽ ടാപ്പ് പിടിച്ചിട്ട് വീടിന്റെ അകത്ത് അളന്ന് മെഷറിങ്സ് എടുത്ത് അതിനെ പ്ലാൻ ആക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അതിനുള്ള ടൂൾസ് ഒക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഇതിലും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ പ്ലാൻ വരയ്ക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള മേഖലയിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരാം. കുറച്ച് കാലമായിട്ട് ഞാൻ സിവിലായിട്ട് വലിയ രീതിയിൽ ബന്ധമില്ല. ബാക്കി കോണ്ടന്റ് ക്രിയേഷനും അതുപോലെ ബാക്കി നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അങ്ങനെ പോകുന്നത്. തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ മേഖലയിലും കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ തന്നെ എനിക്ക് തോന്നുന്നു വലിയ രീതിയിൽ അഫക്റ്റ് ആകാത്തൊരു മേഖല ഇപ്പം ഈ കൺസൾട്ടിങ്, ഹീലിംഗ് ആ ഒരു രീതിയിലുള്ള മേഖല ആയിരിക്കും എന്ന് തോന്നുന്നു. അഫക്റ്റ് ആവാത്തതല്ലേ? അതെ അതെ അതെ. ഡെഫിനറ്റ്ലി. എപ്പോഴും പക്ഷേ അതൊരു ആക്ച്വലി ഞാനൊരു പറയട്ടെ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ChatGPT ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയോ? അതെ അക്കൗണ്ട്സ് അതെ. വേണ്ടിയിട്ടാണ്. ഭയങ്കരമായിട്ട് ആളുകളുടെ ഒരു പേഴ്സണൽ ഡയറി ലെവലിലേക്കൊക്കെ ഇപ്പോൾ ChatGPT മാറിയിട്ടുണ്ട്. പക്ഷെ അവരും അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആളുകൾ എല്ലാ പേഴ്സണൽ ഡാറ്റയും അവിടെ പോയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ചെയ്യരുത് എന്നുള്ളത്. ChatGPT തന്നെ തരുന്നുണ്ട്. കാരണം ഇതൊക്കെ വെച്ചിട്ട് ChatGPT പോലും പുതിയ പല കാര്യങ്ങളും ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഡാറ്റ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആരും അതിനത്ര വലിയൊരു സീരിയസ് ആയിട്ട് കാണുന്നില്ല. അതൊരു വലിയ പ്രശ്നം തന്നെയാണത്. എല്ലാം പോയി പറയാനുള്ളൊരു സ്ഥലമല്ല ChatGPT എന്നുള്ളതാണ് ഒരു കാര്യം. ഓൾറൈറ്റ്. സോ ബേക്കിംഗ് കോഴ്സ് ഓഫ്ലൈൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓഫ്ലൈൻ അല്ല, ഓൺലൈൻ അല്ലേ? ഓൺലൈനാണ്, കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടാണ് ക്ലാസ്. ഓക്കെ, നമ്പർ ചോദിക്കുന്നുണ്ട്, വീണ്ടും നമ്പർ കൊടുത്തില്ല എന്ന് തോന്നുന്നു. നമ്പർ ഞാൻ ഒന്നുകൂടെ നമ്മുടെ ടീമിന്റെ നമ്പർ. ഓക്കെ, Rahinav, okay. Yeah, a confident speaker in the morning session, happy with himself, stay blessed. നിങ്ങളെ പറ്റി ആൾക്കാരെ മനസ്സിലാക്കിയില്ല. ഷീസ് ഫ്രം ബാംഗ്ലൂർ, ഐ തിങ്ക്.
Yeah. സോ Yeah. മച്ച്. So, നെക്സ്റ്റ് ഫൈനലായിട്ട് നമുക്ക് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ട് ഇതേപോലെ ചോദിക്കാം. നമ്പർ കിട്ടിയിട്ടില്ല. നമ്പർ വന്നോ? ടൈപ്പ് ചെയ്തോ? ചാറ്റിൽ നിങ്ങൾ ചാറ്റിൽ തന്നെയല്ലേ ഇട്ടത്? നിങ്ങൾ കാണുന്നില്ല. ഓക്കെ, വെരി ഓക്കെ. ഗുഡ്, ഡയറക്റ്റ് മെസ്സേജ് പോയിട്ടുള്ളൂ. വെരി ഗുഡ്. എനിക്ക് ഒന്നുകൂടെ നമ്പർ ഇടാം. യെസ്, ദാറ്റ് ഈസ് എ നമ്പർ. ഈ നമ്പറിലേക്ക് എന്ത് ചെയ്യാം? ഇതാണ് നമ്പർ. അഫ്ലുവൻ ടീമിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോൺടാക്ട് ചെയ്യാം. ആൻഡ് ദാറ്റ് ഈസ് ദ വെബ്സൈറ്റ്. വെബ്സൈറ്റിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോൺടാക്ട് ചെയ്യാം. ക്ലിക്ക് ഓൺ ദാറ്റ് വെബ്സൈറ്റ് ആൻഡ് ലുക്ക് ഫോർ ദ കോഴ്സ് ഡീറ്റെയിൽസ് ആൻഡ് എവറിഥിങ്. അഫ്ലു, വളരെയധികം സന്തോഷം പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ സാധിച്ചതിൽ, വന്നതിന്. അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. ഒരുപാടധികം സന്തോഷം. കൃത്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചു തന്നതിനും ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു അവസരം തന്നതിനൊക്കെ ഒരുപാട് സന്തോഷം. ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു എല്ലാം. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. താങ്ക് യു എവറിവൺ ഫോർ ജോയിനിങ്. ഇതിവിടെ ജോയിൻ ചെയ്തതിന് എല്ലാവരും എന്ത് ചെയ്യാം? വാട്ട് ഈസ് യുവർ ഫീലിംഗ് ടുഡേ? എങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ സെഷൻ? ഹൗ ഇൻസൈറ്റ്ഫുൾ. കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയോ? ലൈഫിൽ നമ്മൾ ഏത് സ്ട്രഗിളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള സംഗതികളിലേക്ക് പോകാം. എനിക്കൊരു ഫൈനലി ഞാനൊരു കാര്യം പറയാം. What I understood about you is like, you are very down to earth and you are okay to share your vulnerabilities. ഓക്കെ, ഒരു വേണറബിൾ ആയിട്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, അത് നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് അത് ഉള്ളിൽ വെച്ച് ഒരു മറയിട്ട് പലപ്പോഴും പലരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒരു മറയില്ലാതെ നമ്മളുടെ ഇടയിലേക്ക് വന്ന് വളരെ ഒരു സാധാരണ മനുഷ്യൻ, അല്ലെങ്കിൽ ഓരോരുത്തരെയും ഉള്ള പോലെ വളരെ ജെനുവിനായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്തു, അത് പഠിച്ച് അത് അപ്ലൈ ചെയ്ത് അത് വീണ്ടും അതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കാൻ വളരെ ഓപ്പൺ ആയിട്ട് കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ. നോട്ട് എവ്രി വൺ ക്യാൻ ഡു ദാറ്റ് ബിക്കോസ് ലോട്ട് ഓഫ് പീപ്പിൾ സ്ട്രഗിൾ വിത്ത്, ബട്ട് യു ആക്ച്വലി എക്സ്പീരിയൻസ് ലോട്ട് ഓഫ് തിങ്സ്. എനിക്ക് തോന്നിയൊരു കാര്യം, നിങ്ങൾ അതിനു മുൻപ് സംസാരിച്ചിരുന്ന നിങ്ങളും ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങൾ കുറച്ചുകൂടെ വളരെ കാമൺ, പീസ്ഫുൾ ആണ്. എന്ന് പറഞ്ഞിരുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, ലവ്, പീസ്, ജോയ്, ആ ഒരു ഇതിൽ നിങ്ങൾ ശരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നു. അത് നിങ്ങളുടെ സംസാരത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് മാത്രമാണ് സംസാരം, അറിയുന്ന കാര്യങ്ങൾ പോയിന്റ് കംപ്ലീറ്റ്ലി പറഞ്ഞിട്ട് പെട്ടെന്ന് അടുത്ത പോയിന്റിലേക്ക് പോകുന്നൊരു കാര്യം. സോ താങ്ക് യു ഫോർ ബീയിങ് ഹിയർ ആൻഡ് ഷെയറിങ്, ആൻഡ് ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഫോർ മീ ആൻഡ് ഐ ഹോപ്പ് എവരിവൺ ആസ് വെൽ. എന്തായാലും സഫീന എന്തോ ഒരു കാര്യം ഇവിടെ കമന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ EFT ബേസിക് പഠിച്ചതാണ്. സോ അതുകൊണ്ട് തന്നെ EFT ചെയ്ത ആളുകളിലൂടെ എൻ്റെ കുട്ടികളുടെ ഒരു സക്സസ് ആക്കാൻ പറ്റും ഇൻഷാല്ലാ. സോ വെരി ഗുഡ് സഫീന, ഷീ വാണ്ട്സ് ടു ഡു ദ കോഴ്സ് വിത്ത് യു. ഓക്കെ, അമേസിങ്. താങ്ക് യു. എല്ലാവരുടെയും ഇന്നത്തെ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടാവണം. താങ്ക് യു അഫ്ലു ഫോർ ബീയിങ് ഹിയർ ആൻഡ് കമ്മിങ് ഹിയർ ആൻഡ് ഷെയറിംഗ് യുവർ സ്റ്റോറി. താങ്ക്സ് സോ മച്ച് ഫോർ ഹാവിംഗ് മീ. ഒരുപാട് സന്തോഷം. സാർ, ചോദിച്ചോളൂ, എന്താ ചോദിക്കുന്നുണ്ടോ? ഏത് സമയത്താ ഫ്ലൂ ക്ലാസ് എടുക്കുന്നത്? ഓക്കെ, ഐ തിങ്ക് ദാറ്റ്സ് പറഞ്ഞോളൂ അഫ്ലു. ഫുള്ളി റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് വരുന്നത്. അപ്പം ആളുകൾ എപ്പോഴാണോ ഫ്രീ ഉള്ളത് അപ്പോൾ കയറിയിട്ട് ക്ലാസ്സുകൾ കാണാം എന്നുള്ള രീതിയിലാണ് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ്? ജമീല മാം ഓർ ഇക്ബാൽ? എത്ര ചാർജ് ചെയ്യുന്നത് ബേക്കിങ്ങിനൊക്കെ? കോഴ്സ് ബേക്കിങ്ങിന്റെ കോഴ്സിനൊക്കെ എത്രയാണ് ചാർജ് വരുന്നത്? ഹൗ മച്ച് യു ആർ ചാർജിങ്? 1499 ബേക്കിങ്ങിന്റെ കോഴ്സ് നമ്മൾ ചെയ്തത്. അതൊരു ബേസിക് ലെവലിലുള്ള കോഴ്സാണ് ഇപ്പോൾ നമ്മളുള്ളത്. വൈകാതെ തന്നെ അതിന്റെ അഡ്വാൻസ് കോഴ്സ് നമ്മൾ വരുന്നുണ്ട്. അതായത് റെക്കോർഡ് കിട്ടുമോ? റെക്കോർഡ് കിട്ടുമോ? അതെ, ഫുള്ളി റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് ഇപ്പം എല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പം എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഉള്ള സമയത്ത് കയറിയിട്ട് കാണാൻ പറ്റും. ടെക്നോളജി വെച്ചുള്ള ക്ലാസ് പറയുന്നുണ്ടല്ലോ, അതെന്തെല്ലാമാണല്ലോ പഠിപ്പിക്കുന്നത്? ഇതിൽ നമ്മൾ ഏറെക്കുറെ 25+ ഡിഫറെന്റ് AI ടൂൾസ്. നമുക്ക് AI എന്ന് പറയുമ്പോൾ ഇപ്പം ChatGPT എന്ന് മാത്രമാണ് നമ്മൾ അറിയുന്നത്. അതിനപ്പുറത്തേക്ക് മിഡ് ജേണി, ഡാലി അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാടധികം AI ടൂൾസ് വെച്ചിട്ട് അത് ഓരോരുത്തരുടെയും ലൈഫിൽ, ഓരോരുത്തരുടെയും ജോബിൽ, പ്രൊഫഷനിലൊക്കെ എങ്ങനെ അതിനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന രീതിയിലാണ്. അതായത് ഏതൊരു AI ടൂൾ, അപ്പം ഓരോ ദിവസവും പുതിയ പുതിയ AI ടൂൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാളെ ഇനിയിപ്പോൾ പുതിയൊരു AI ടൂൾ വന്നു കഴിഞ്ഞാൽ പോലും അതിനെ എങ്ങനെ കൃത്യമായിട്ട് അതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മളൊരു കോഴ്സ് മൊത്തം സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അതായത് എന്ത് ചോദിക്കണം, എങ്ങനെ ചോദിച്ചാൽ നമുക്ക് നല്ല മറുപടികൾ കിട്ടും, അങ്ങനെയുള്ള രീതിയിലുള്ള ഒരുപാടധികം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു AI കോഴ്സിൽ. അതിനെത്ര സാർ ചാർജ് ചെയ്യുന്നത്? ഹലോ, എന്തായിരുന്നു അതിനെത്ര ചാർജ് ചെയ്യുന്നത്? അതും 1499 ആണ് നമ്മുടെ ആ ഒരു കോഴ്സും ചാർജസ് വരുന്നത്.
എല്ലാ റെക്കോർഡ് കിട്ടുമല്ലോ അല്ലേ? Alright. Thank you. How much time duration ചോദിക്കുന്നുണ്ട് ഒരാള്? ശ്രീജ മാം. Anything? നമ്മുടെ ടോട്ടൽ AI കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് 6 to 7 hours ഡ്യൂറേഷൻ വരുന്നുണ്ട്. അപ്പം പ്ലേ സ്റ്റോറിലാണെങ്കിലൊക്കെ നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ് എഡ്വ്യൂവിന്റെ. അപ്പം അതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പറഞ്ഞ രീതിയിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്കത് എന്താ പറയാ മനസ്സിലാക്കി പോകാം. അതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ചില ടാസ്കുകളൊക്കെ ആളുകളെ കൊണ്ട് ചെയ്യിക്കുന്ന രീതിയിലൊക്കെയാണ്. ഏറ്റവും അവസാനം ഒരു പ്രൊജക്ട് വരെ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന രീതിയിലൊക്കെയാണ് AI കോഴ്സ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഇപ്പോൾ നമ്മുടെ അക്കാദമി ഒരു ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള അക്കാദമിയാണ്. അപ്പോൾ അതിൻ്റെ നമ്മളൊരു സർട്ടിഫിക്കറ്റ് കൂടെ നമ്മൾ ഈ ഒരു AI കോഴ്സിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ഈ ഒരു 2 ഇയേഴ്സോളമായ നമ്മുടെ കമ്പനി നമുക്ക് അറൗണ്ട് 4000+ സ്റ്റുഡൻസ് ഓൾറെഡി നമ്മളെ ഈ ഒരു അക്കാദമിയിലുണ്ട്. സാറേ, ഇതിനകത്ത് ഏജ് പ്രശ്നമുണ്ടോ? ഏത് ഏജിനെ വരെ പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇല്ല. അപ്പോൾ റീസെന്റ് ഇപ്പോൾ നടന്നുള്ള ഇൻസിഡന്റ്, 10ാം ക്ലാസ് മാത്രം പാസ്സായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി നമ്മുടെ കോഴ്സ് എടുത്ത് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം പുള്ളിക്ക് സർട്ടിഫിക്കറ്റും കിട്ടി. അപ്പം ആള് കൊല്ലം സൈഡിലാണ് ആളുടെ നാട്. ആള് MLA യുടെ കയ്യിൽ നിന്ന് ആ ഒരു സർട്ടിഫിക്കറ്റ്, നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്ന രീതിയിൽ Very good. സിമ്പിളാണ്, Anyway. വളരെ സിമ്പിളായിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്ന രീതിയിലാണ് ചെയ്തത്. Alright everyone, നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ AI ടൂൾസ്, അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ബേക്കിംഗ്, അതേപോലെ എങ്ങനെ ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിൽ നിന്ന് ഇൻകം ഏൺ ചെയ്യാം. അതിൽ എക്സ്പേർട്ടാണ് അഫ്ലു. സോ ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ എന്ത് ചെയ്യാം. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിലും ആൻഡ് ഹി ക്യാൻ ഹെൽപ്പ് യു വിത്ത് ദാറ്റ്. ഇത്രയും കോഴ്സുകളാണ് ഉള്ളതെന്ന് തോന്നുന്നു. ഇതിനപ്പുറത്തേക്കുള്ള പുതിയ കോഴ്സുകളും ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു വിജയമായി മാറട്ടെ അഫ്ലു, നിങ്ങളുടെ സ്ഥാപനം നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ടീം, നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ എല്ലാവരും എന്ത് ചെയ്യുക, യു ക്യാൻ ഗോ ദെയർ ആൻഡ് ഐ റെക്കമെൻഡ് ഹിം. വളരെ ജെനുവിൻലി എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എല്ലാം പഠിക്കാം. അഫ്ലു ആ കോഴ്സ് പഠിക്കുന്നതിനോട് തന്നെ നല്ലൊരു സപ്പോർട്ടും നമ്മുടെ ടീം മെമ്പേഴ്സിന്, വരുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യുക, കൊടുക്കുക. നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുക. തീർച്ചയായിട്ടും ഫർദർ വീണ്ടും നമുക്ക് കാണുന്നവരെ ഇപ്പോൾ നമുക്ക് പിരിയാം. Thank you so much everyone for joining here. Let's wind up the session. Thank you. Have a great day.